आज मैं बहुत गर्व के साथ एक बात का जिक्र करना चाहता हूं। आज से 100 साल पहले एक संगठन का जन्म हुआ, राष्ट्रीय स्वयंसेवक संघ। 100 साल की राष्ट्र की सेवा एक बहुत ही गौरवपूर्ण स्वर्णिम पृष्ठ है। व्यक्ति निर्माण से राष्ट्र निर्माण के संकल्प को लेकर के 100 साल तक मां भारती का कल्याण का लक्ष्य लेकर के लक्षावधि स्वयंसेवकों ने मातृभूमि के कल्याण के लिए अपना जीवन समर्पित किया है। सेवा, समर्पण, संगठन और अप्रतिम अनुशासन ये जिसकी पहचान रही है, ऐसा राष्ट्रीय स्वयंसेवक संघ दुनिया का ये सबसे बड़ा एनजीओ है। एक प्रकार से 100 साल का उसका समर्पण का इतिहास है। आज लाल किले की प्राचीर से 100 साल की इस राष्ट्र सेवा की यात्रा में योगदान करने वाले सभी स्वयंसेवकों को आदरपूर्वक स्मरण करता हूं और देश गर्व करता है राष्ट्रीय स्वयंसेवक संघ की इस 100 साल की भव्य समर्पित यात्रा को, और हमें प्रेरणा देता रहेगा। मेरे प्यारे देशवासियों, നമസ്തേ. RSSന്റെ പ്രവർത്തന രീതിയായ വ്യക്തി നിർമ്മാൺ സേ രാഷ്ട്ര നിർമ്മാൺ, വ്യക്തിയുടെ വികസനത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്ന മന്ത്രത്തോടെ 140 കോടി ഭാരതീയരുടെ ദൃഢനിശ്ചയത്തിലൂടെ 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ആഹ്വാനം. പാകിസ്ഥാന്റെ ആണവ ഭീഷണിയെ നേരിട്ടും അമേരിക്കയുടെ താരിഫ് ഭീഷണിയെ പരോക്ഷമായും തള്ളി രാജ്യത്തിൻ്റെ അഭിമാനം വാനോളമുയർത്തി വമ്പൻ പ്രഖ്യാപനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം. ആത്മനിർഭർ ഭാരത് എന്ന സ്വദേശി മന്ത്രം ഉയർത്തിയായിരുന്നു വികസിത ഭാരതത്തിൻ്റെ ദിശാസൂചി ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയുടെ കൊത്തളങ്ങളിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. മുൻവർഷത്തെ 98 മിനിറ്റിൻ്റെ റെക്കോർഡ് തിരുത്തിക്കുറിച്ച് നടത്തിയ 103 മിനിറ്റ് നീണ്ട ഈ പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമായി മാറി. ജനഡിബേറ്റ് പരിശോധിക്കുന്നു വികസിത ഭാരതം, നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുകൾ. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, BJP വക്താവ്, കോൺഗ്രസ് വക്താവ് പ്രൊഫസർ റോണി കെ ബേബി, രാഷ്ട്രീയ നിരീക്ഷകൻ അരുൺ മോഹൻ, INL നേതാവ് ജലീൽ പുനലൂർ എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് ശങ്കു, 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘിനെ വാനോളം പുകഴ്ത്തിയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. സംഘത്തിൻ്റെ തന്നെ ആശയമായ സ്വദേശി മന്ത്രമുയർത്തി സ്വയം പര്യാപ്ത ഇന്ത്യ, ഭാരതം, ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിൽ ഊന്നൽ നൽകി സാമ്പത്തിക പരിഷ്കരണങ്ങൾ, ദേശീയ സുരക്ഷ, യുവശക്തി, സാങ്കേതിക പുരോഗതി, സാമൂഹിക നീതി എന്നിവയ്ക്കാണ് പ്രസംഗത്തിൽ ഉടനീളം മോദി പ്രാധാന്യം നൽകിയത്. നോക്കൂ, RSSും നരേന്ദ്രമോദിയും തമ്മിൽ അകലുന്നുവെന്ന മാധ്യമങ്ങൾ പടച്ചുവിട്ട പെരും നുണകൾക്കുള്ള മറുപടി കൂടിയല്ലേ പ്രധാനമന്ത്രി ഇന്ന് ചെങ്കോട്ടയിൽ നൽകിയത്. മാത്രമല്ല, ഈ RSSനെ ഇത്രത്തോളം പുകഴ്ത്തി സംസാരിച്ചത് പലർക്കും വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ആ വിഷയത്തിലാണ് മറ്റ് ചാനലുകളിൽ ചർച്ച നടക്കുന്നതും. ഭാരത നിർമ്മാണത്തിൽ RSSന് എന്ത് പങ്ക് എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദിയുടെ പ്രസംഗം അത് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയല്ലേ? തീർച്ചയായിട്ടും. എന്താണ് RSSന്റെ വ്യക്തി നിർമ്മാണത്തിലൂടെയുള്ള രാഷ്ട്ര നിർമ്മാണം എന്ന പദ്ധതിയുടെ ഏറ്റവും മികച്ച മാതൃക തന്നെയാണല്ലോ ശ്രീമാൻ നരേന്ദ്രമോദി. അദ്ദേഹം RSSന്റെ ശാഖയിലൂടെ പടുത്തുവയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. RSSന്റെ പ്രചാരകനായിരുന്ന ആളാണ്. പിന്നീട് BJPയിലേക്ക് സംഘം നിയോഗിച്ചിട്ടുള്ള ആളാണ്. സംഘത്തിന്റെ ദൗത്യം തന്നെയാണ് അദ്ദേഹം BJPയിലൂടെ രാഷ്ട്ര സേവകൻ, പ്രഥമ സേവകൻ എന്നുള്ള നിലയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന്റെ 100ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ 1925 നാഗ്പൂരിൽ വെച്ച് രൂപീകൃതമായ ഏതാനും കുട്ടികളെ കൊണ്ട്
അവരുടെ ശാഖാ പ്രവർത്തനങ്ങൾ കൊണ്ട്, അവരുടെ കളികളും വ്യായാമങ്ങളും കൊണ്ട് ആരംഭിക്കുന്ന ഒരു പ്രസ്ഥാനം ഈ 100-ാം വർഷത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ ഭരിക്കുന്ന, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവട്ടെ, രാഷ്ട്രപതി ആവട്ടെ, ഉപരാഷ്ട്രപതി ആവട്ടെ, കേന്ദ്രമന്ത്രിമാരാവട്ടെ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാവട്ടെ, ഇവരെയെല്ലാം നിയോഗിച്ചിട്ടുള്ള പ്രസ്ഥാനമായി, രാഷ്ട്രത്തെ തന്നെ നയിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും അതിന്റെ 100-ാം ജന്മദിനത്തിൽ ആ പ്രസ്ഥാനം ഈ നിലയിലുള്ള ഒരു ആദരവ്, ഈ നിലയിലുള്ള ഒരു ആശംസ അർഹിക്കുന്നുണ്ട്. അത് പറയാൻ വേണ്ടി ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിക്ക് ചെങ്കോട്ടയിൽ ഉണ്ടാവാൻ സാധിച്ചു എന്നത് ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അതൊരു ഈശ്വരീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ സന്നിഗ്ധമായിട്ടുള്ള ഘട്ടങ്ങളിലും അതിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന പ്രചാരകന്മാരും പ്രവാചകന്മാരും അതിനെ സൃഷ്ടിക്കാൻ കഴിയും എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു ഉദാഹരണമാണ്. അതിലൊരു കുഴപ്പമായിട്ട് ഞാൻ കാണുന്നത് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ദീർഘമായ പ്രസംഗം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായിട്ടുള്ള ചെങ്കോട്ട പ്രസംഗമാണ്. 103 മിനിറ്റുള്ള ചെങ്കോട്ട പ്രസംഗമാണ് നരേന്ദ്രമോദി ഇന്ന് നടത്തിയത്. ആ പ്രസംഗത്തിലുള്ള മുഴുവൻ കാര്യങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള 2047 കൂടിയിട്ടുള്ള ഒരു വികസിത ഭാരതം, ഒരു ആത്മനിർഭര ഭാരതം, ഒരു സെൽഫ് റിലയന്റ് ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ഡെവലപ്ഡ് നേഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിന് കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത്. ഈ പ്രസംഗത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് ഒന്നും പോകാതെ അദ്ദേഹം RSSനെ പറ്റി പറഞ്ഞ കേവലം 2 മിനിറ്റ് മാത്രം എടുത്തുകൊണ്ടാണ് ഇവിടുത്തെ പല മുഖ്യധാരാ മാധ്യമങ്ങളും ഇന്നത്തെ ദിവസം ചർച്ച നടത്തുന്നത് എന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, RSS എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനൊപ്പം തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ കൂടി ഒരു സൂചകമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നോളം കേട്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പ്രസംഗവും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ സ്വാതന്ത്ര്യ ദിനത്തിൽ റെഡ് ഫോർട്ടിൽ വെച്ച് നടത്തിയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ മെസ്സേജുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രസംഗവുമായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. പ്രധാനമായിട്ടും 4 പോയിന്റുകളിൽ എക്കണോമിക് റിഫോംസ്, നാഷണൽ സെക്യൂരിറ്റി, ടെക്നോളജി, സോഷ്യൽ പ്രോഗ്രസ്, ഈ 4 പോയിന്റുകളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വികസിത ഭാരതത്തിന്റെ ദിശാസൂചകം ആയിട്ടുള്ള ഒരു പ്രസംഗമാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ലക്ഷ്യം ഇനിയുള്ള 21 വർഷങ്ങൾ കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്? കേവലം ഒരു സങ്കല്പമല്ല, കേവലം ഒരു സ്വപ്നമല്ല, അത് നമ്മുടെ ദൃഢനിശ്ചയമാണ്. അത് നടത്തിയെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു വളരെ സുന്ദരമായിട്ടുള്ള പ്രസംഗമായിരുന്നു. ഈ പ്രസംഗത്തെ പറ്റി മറ്റു മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാത്തതുകൊണ്ട് ഒരു സംഗ്രഹം പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി എന്റെ ആമുഖമായിട്ടുള്ള അവസരത്തിൽ ഒന്ന് സൂചിപ്പിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. പ്രധാനമായിട്ടും 8 പോയിന്റുകളിലേക്കാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ റെഡ് ഫോർട്ട് പ്രസംഗത്തെ ഞാൻ സംഗ്രഹിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ചരിത്രപരതയാണ് ഞാൻ ആദ്യം കാണുന്നതിന്റെ സൗന്ദര്യം. ഇത് നരേന്ദ്രമോദിയുടെ 12ാമത്തെ റെഡ് ഫോർട്ട് സ്പീച്ചാണ്. 2014 ഓഗസ്റ്റ് 15-ാം തീയതി നടത്തിയത് മുതൽ 2025 ഓഗസ്റ്റ് 15-ാം തീയതി ഒരു വ്യാഴവട്ടം തികച്ച് 12ാമത്തെ പ്രസംഗം നടത്തുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡിനെ കൂടി നരേന്ദ്രമോദി മറികടക്കുകയാണ്. 11 ചെങ്കോട്ട പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡിനെ മറികടന്നുകൊണ്ട് 12 ചെങ്കോട്ട പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ഏറ്റവും ദീർഘമായിട്ടുള്ള ഒരു ജവഹർലാൽ നെഹ്റു മാത്രമേ ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ളൂ. അങ്ങനെ ഒരു റെക്കോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദീർഘമായിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച് 103 മിനിറ്റ്, 1 മണിക്കൂർ 43 മിനിറ്റ് നീണ്ടു നിന്നിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു പ്രഭാഷണമായിരുന്നു അത്. അതുമല്ല, ആ പ്രഭാഷണം ആരംഭിക്കുന്നത് തന്നെ ഇവിടെ എന്താണോ ഇപ്പൊ സർക്കാരിനെതിരെയും ഭരണകൂടത്തിനെതിരെയും ഒക്കെ ഇവിടുത്തെ പ്രതിപക്ഷം ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്, ആ ആശയങ്ങളുടെ മുഴുവൻ ചിറകൊടിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണത്തിലൂടെയാണ്, ഒരു ആമുഖത്തിലൂടെയാണ് നരേന്ദ്രമോദി ഈ പ്രസംഗത്തിലേക്ക് കടക്കുന്നത് തന്നെ. കാരണം ഭരണഘടന വലിയ അപകടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതോ തരത്തിലുള്ള വലിയ സമരങ്ങളും കോലാഹലങ്ങളും ഒക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട്, ഭരണഘടനാ നിർമ്മാതാക്കളെ സ്മരിച്ചുകൊണ്ട്, ഭരണഘടനയോടുള്ള നമ്മളുടെ പ്രതിജ്ഞയും നമ്മുടെ പ്രതിപത്തിയും നമ്മുടെ പ്രതിജ്ഞാബദ്ധതയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി പ്രസംഗം ആരംഭിക്കുന്നത്. അംബേദ്കർക്കാവട്ടെ, നെഹ്റുവിനാവട്ടെ, മറ്റു പ്രധാനപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതിയിലുള്ള അംഗങ്ങൾക്കാവട്ടെ അദ്ദേഹം ആദ്യം തന്നെ ആശംസ അർപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഇത് കേവലം ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു ആശംസ മാത്രമല്ല, 140 കോടി ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം അത് ആരംഭിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള വിഷയങ്ങളിലേക്കാണ് അദ്ദേഹം കടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചത് നാഷണൽ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിട്ടാണ്. ദേശസുരക്ഷ എന്ന വിഷയത്തിലായിരുന്നു ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രാമാണികത അദ്ദേഹം ഊന്നിയിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 12-ാം തീയതി നടന്നിട്ടുള്ള പഹൽഗാം അറ്റാക്കിനെ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം അപലപിക്കുകയും അതിനെതിരെ മെയ് 2025 ഇന്ത്യ പാകിസ്ഥാന്റെ അതിർത്തി കടന്നു ചെന്നുകൊണ്ട് പാകിസ്ഥാൻ മെയിൻലാൻഡിൽ നടത്തിയിട്ടുള്ള ക്രോസ് ബോർഡർ ആന്റി ടെറർ സ്ട്രൈക്കിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ സംബന്ധിച്ച് അദ്ദേഹം രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ അറിയിച്ചു. അതുമാത്രമല്ല, ഭീകരതയോടുള്ള രാജ്യത്തിന്റെ പുതിയ നിലപാട് എന്താണെന്ന് ചെങ്കോട്ടയിൽ നിന്ന് തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഭീകരവാദികളെയും അവരുടെ സ്പോൺസർമാരെയും രണ്ടായി കാണുന്ന പ്രവണത ഇനി മുതൽ ഉണ്ടാവുകയില്ല.
ഭീകരന്മാരെയും അവർക്ക് പണവും മറ്റ് ആയുധങ്ങളും ഒക്കെ കൊടുക്കുന്ന അവരുടെ സ്പോൺസർമാരെയും ഒരേപോലെ കാണുന്ന, ഒരേപോലെ ശത്രുക്കളായി കാണുന്ന ഒരു വിദേശ നയമാണ് എന്റെ സർക്കാർ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിനെതിരെ നടക്കുന്ന ഏത് ആക്രമണത്തെയും, ചെറിയ പ്രകോപനങ്ങളെ പോലും, ഭീകരവാദത്തെ പോലും യുദ്ധമായി തന്നെ കണക്കാക്കും, അതിന് യുദ്ധത്തിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കും എന്ന് പറയുന്ന ദേശസുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഗവൺമെന്റാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബ്ലാക്ക്മെയിലിനെ, അദ്ദേഹം പാകിസ്ഥാന്റെ ന്യൂക്ലിയർ തെറ്റിന് എത്ര ലളിതമായിട്ടാണ് നിസ്സാരവൽക്കരിച്ചത്. പാകിസ്ഥാൻ ഇന്ത്യ പോലത്തെ ഒരു മഹാരാഷ്ട്രത്തെ ആണവായുധത്തിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ഇനി സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ പോയിട്ട് അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് അസീം മുനീർ നടത്തിയിട്ടുള്ള ഇന്ത്യക്കെതിരായിട്ടുള്ള ന്യൂക്ലിയർ ബ്ലാക്ക്മെയിലിനെ അതിശക്തമായ ഭാഷയിൽ ചെങ്കോട്ടയിൽ നിന്ന് മറുപടി പറയുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഇൻഡസ് വാട്ടർ ട്രീറ്റി പിൻവലിക്കാനുള്ള തീരുമാനത്തെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ഈ പറയുന്ന 1960 സിന്ധു നദീജല കരാർ അത് ഇന്ത്യൻ കർഷകർക്ക് ദോഷമുണ്ടാക്കുന്ന, പാകിസ്ഥാന് മാത്രം ലാഭം ഉണ്ടാക്കുന്ന ഒരു കരാറാണെന്നും ആ കരാറുമായി തുടർന്ന് പോകേണ്ടതില്ല, ചോരയും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന തന്നെ പ്രഖ്യാപിത നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. ബ്ലഡ് ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ ടുഗെദർ എന്ന് പ്രധാനമന്ത്രി ഇന്ന് 3ാമത്തെ തവണ ചെങ്കോട്ടയിൽ നിന്ന് ആവർത്തിച്ചു. അതായത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ കാര്യത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള നിലപാട് എന്ത് സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും നമ്മൾ പിൻവലിക്കാൻ പോകുന്നില്ല, ആ ട്രീറ്റി കെപ്റ്റ് ഇൻ അബയൻസ് ആണ്, അത് അങ്ങനെ തന്നെ തുടരും എന്നുള്ളത് പ്രഖ്യാപനം. അതേപോലെ തന്നെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രഖ്യാപനമായി ഞാൻ കണ്ടത് മിഷൻ സുദർശന ചക്ര എന്ന് പറയുന്ന ഇസ്രായേലിന്റെ അയൺ ഡോമിന് സമാനമായി അടുത്ത 10 വർഷത്തിനുള്ളിൽ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള എയർ ഡിഫൻസ് സംവിധാനം ഇന്ത്യ രൂപീകരിക്കും. 2035 സുദർശന ചക്ര എന്ന് പറയുന്ന ഇന്ത്യയുടെ അയൺ ഡോം യാഥാർത്ഥ്യമാകും. അതിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം പാകിസ്ഥാന്റെ എയർ അറ്റാക്കിനെ പറ്റി ഏതെങ്കിലും നഗരങ്ങളിൽ ഈ പറയുന്ന മിസൈലുകളോ മറ്റെന്തെങ്കിലും ഇതുകളോ വീഴുന്നതിനെ പറ്റി നമുക്ക് ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പുവരുത്തും. ദേശസുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നത് കണ്ടു. ദേശസുരക്ഷയ്ക്കൊപ്പം തന്നെ വലിയ ഊന്നൽ നൽകി, വലിയ പ്രാധാന്യം നൽകി അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക പരിഷ്കരണങ്ങളെ സംബന്ധിച്ചിട്ടാണ്. 2025 തന്നെ ആരംഭിക്കാനിരിക്കുന്ന എക്കണോമിക് റിഫോംസിനെ പറ്റിയിട്ടാണ് പ്രധാനമന്ത്രി പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് GST റിഫോംസ് ആണ്. 2025 ദിവാലിയോടുകൂടി നിലവിലുള്ള GSTയുടെ ഘടനയിൽ ഘടനാപരമായി തന്നെയുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഇത് രാജ്യത്തിന്റെ എസെൻഷ്യൽ ഗൂഡ്സ് ഉൾപ്പെടെയുള്ള, അത് അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഹൗസ് ഹോൾഡുകൾ, അതേപോലെ തന്നെ മിനി ആൻഡ് മൈക്രോ സെക്ടർ എന്റർപ്രൈസസ്, അതേപോലെ തന്നെയുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഇവരുടെ എല്ലാം ചെലവ് വളരെ ഗണ്യമായി കുറയ്ക്കുന്ന, വിലക്കയറ്റത്തിന് വലിയ പരിഹാരം കാണുന്ന രീതിയിലുള്ള വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള GST റിഫോംസ് ഈ 2025 ദിവാലിയോട് കൂടി തന്നെ നമ്മൾ നടപ്പാക്കാൻ ആരംഭിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ എക്കണോമിക് റിഫോംസിനൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യം യൂത്ത് എംപവർമെന്റിനെ സംബന്ധിച്ചും ജോബ് ക്രിയേഷനെ സംബന്ധിച്ചുമാണ്. യുവാക്കൾക്ക് വേണ്ടി ജോലികൾ പുതുതായി സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ഭാവനാത്മകമായിട്ടുള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയത്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന എന്ന പേരിൽ 1 ലക്ഷം കോടി രൂപയുടെ പാക്കേജാണ് യുവാക്കൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചത്. അതായത് പ്രൈവറ്റ് സെക്ടറിൽ ആദ്യമായി ജോലി ചെയ്യുന്ന യുവാക്കൾക്ക്, പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുന്ന യുവാക്കൾക്ക് പ്രതിമാസം 15,000 രൂപ സ്റ്റൈപ്പൻഡ് ഗവൺമെന്റ് കൊടുക്കുന്ന തരത്തിൽ, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള പ്രധാനമന്ത്രി യുവജൻ റോസ്ഗാർ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി അദ്ദേഹം ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. 1 ലക്ഷം കോടി രൂപയുടെ നീക്കിയിരിപ്പുള്ള പദ്ധതിയാണത്. അതേപോലെ തന്നെ അടുത്ത 5 വർഷത്തിനിടയിൽ 3.5 കോടി പുതിയ ജോലികൾ സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ്. 3.5 crore ജോബ്സ് പുതിയതായി സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. അതേപോലെ തന്നെ റിഫോംസിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം റിഫോം ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതിനെ പറ്റി. അതായത് ഈ പറയുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങൾ, നയപരമായിട്ടുള്ള പരിഷ്കരണങ്ങൾ, പോളിസി പരിഷ്കരണങ്ങൾ, ഇത് എവിടെയാണ് വേണ്ടത്, ഏത് മേഖലയിലാണ് വേണ്ടതെന്ന് സവിശേഷമായി പഠിക്കാനും വേണ്ട മേഖലയിലെല്ലാം ആവശ്യമായിട്ടുള്ള പരിഷ്കരണങ്ങൾ നിർദ്ദേശിക്കാനും വേണ്ടി ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ തന്നെ ചുമതലപ്പെടുത്തുമെന്നും അവർ റെഡ് ടേപ്പ് പോലെയുള്ള ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവയ്ക്ക് പരിഹാരം കാണുമെന്നും, അങ്ങനെ 2047 ഇത്തരത്തിലുള്ള ഡ്രാസ്റ്റിക് റിഫോംസിലൂടെ ഒരു 10 ട്രില്യൺ എക്കോണമിയിലേക്ക് നമ്മൾ കടക്കുന്ന. ആലോചിച്ച് നോക്കണം, നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് 1.25 ട്രില്യൺ എക്കോണമിയാണ് നമ്മൾ, 1.25 ട്രില്യന്റെ എക്കോണമിയാണ് നമ്മൾ. അന്ന് നരേന്ദ്രമോദി 5 ട്രില്യൺ എക്കോണമി എന്ന് പറഞ്ഞപ്പോ അതിനെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറഞ്ഞ് പരിഹസിച്ച ആളുകളാണ് ഇവിടെ. നരേന്ദ്രമോദി 12ാമത്തെ വർഷത്തിലെത്തുമ്പോൾ നമ്മളൊരു 4.2 ട്രില്യൺ എക്കോണമി ആയി കഴിഞ്ഞു. 5 ട്രില്യൺ എക്കോണമി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ തൊട്ടടുത്തുള്ള ലക്ഷ്യമാണ്. അവിടെ നോക്കൂ, ഭാവനാപരമായിട്ട് നരേന്ദ്രമോദി അടുത്ത 20 വർഷത്തിനുള്ളിൽ പ്രഖ്യാപിക്കുന്നത് 10 ട്രില്യൺ എക്കോണമി, 10 ട്രില്യൺ എക്കോണമി, 10 ട്രില്യന്റെ എക്കോണമി ആയിട്ട് നമ്മൾ മാറും എന്ന് പറയുന്നതാണ്. പിന്നെ അടുത്ത 4ാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിന്റായി ഞാൻ കാണുന്നത് സെൽഫ് റിലയൻസിനെ സംബന്ധിച്ച്, ഡിഫൻസിന്റെ കാര്യത്തിൽ, ടെക്നോളജിയുടെ കാര്യത്തിൽ, എനർജിയുടെ കാര്യത്തിലെല്ലാം
നമ്മൾ സെൽഫ് റിലയൻസ്, ആത്മനിർഭരത കൈവരിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെ സംബന്ധിച്ചാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായ പോയിന്റ് ആയി കണ്ടത് മെയ്ക്ക് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഈ വർഷം തന്നെ 2025 അവസാനത്തോടു കൂടി മെയ്ക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ യാഥാർത്ഥ്യമാകും എന്ന് പറയുന്ന പ്രഖ്യാപനമാണ്. അതേപോലെ തന്നെ ഡിഫൻസിന്റെ മേഖലയിലാണെങ്കിൽ ഇൻഡിജീനിയസ് ജെറ്റ് എഞ്ചിൻ പ്രൊഡക്ഷൻ, ഇന്ത്യ സ്വന്തമായി ജെറ്റ് എഞ്ചിനുകളുടെ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതും, അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ എങ്ങനെയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ വെപ്പൺസ്, നമ്മൾ ഇന്ത്യ ആഭ്യന്തരമായി സ്വകീയമായി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഇന്ത്യയുടെ തന്നെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഒരു മഹായുദ്ധം ജയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയത്, ഇപ്പൊ എങ്ങനെയാണ് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ ഡിഫൻസ് എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള എൻക്വയറികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു പ്രതിരോധ കയറ്റുമതി രംഗത്ത് കൂടി കരുത്ത് തെളിയിച്ചു തുടങ്ങിയിട്ടുള്ള കാലത്തെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഊർജ്ജ മേഖലയിലെ വളരെ പ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം എന്ന് പറയുന്നത് പുതിയ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ സംബന്ധിച്ച് വളരെ ധീരമായിട്ടുള്ള പ്രഖ്യാപനമാണത്. 2047 കൂടി ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളുടെ ഒന്നും, ഈ പറയുന്ന വലിയേട്ടന്മാരുടെ ഒന്നും ഭീഷണിക്ക് മുമ്പിൽ ഒരു ഇഞ്ചും കുലുങ്ങാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് 10 ഇരട്ടിയായിട്ട് നമ്മുടെ ആണവായുധ ശേഷി അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി നമ്മൾ 10 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ 10 ന്യൂക്ലിയർ റിയാക്ടറുകൾ ആരംഭിക്കും. അതേപോലെ തന്നെ ഊർജ്ജ മേഖലയിൽ സോളാർ എനർജിയുടെ കാര്യത്തിൽ, ഹൈഡ്രജൻ എനർജിയുടെ കാര്യത്തിൽ, ഹൈഡ്രോ എനർജിയുടെ കാര്യത്തിലെല്ലാം നമ്മൾ വലിയ കുതിച്ചുചാട്ടം നടത്തുമെന്ന് പറയുന്നു. നാഷണൽ ഡീപ്പ് വാട്ടർ എക്സ്ക്ലവേഷൻ മിഷൻ എന്ന് പറയുന്ന, അതായത് സമുദ്രാന്തർഭാഗത്ത് എക്സ്കവേഷൻ, ഡീപ്പ് വാട്ടർ എക്സ്കവേഷൻ നടത്താനും അതുവഴി ഓഷ്യാനിക് ഓയിലും അതേപോലെ തന്നെ ഗ്യാസ് റിസോഴ്സസും കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള ഒരു പുതിയ മിഷൻ ഇതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനമായതുമായ കാര്യം ഡെമോഗ്രാഫിക് ആൻഡ് കൾച്ചറൽ കൺസേൺസിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ അതിർത്തി കടന്നു വരുന്ന ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രേഷൻ, അതേപോലെ തന്നെ ഇൻഫിൽട്രേഷൻ, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിലുള്ള നുഴഞ്ഞുകയറ്റം, ഇതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഡെമോഗ്രഫിയെ വളരെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, ജനസംഖ്യാനുപാതത്തെ എങ്ങനെയാണ് അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, അത് എന്തുകൊണ്ട് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഷണൽ സെക്യൂരിറ്റി കൺസേൺ കൂടിയാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി രാജ്യത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് വളരെ ധീരമായി പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കാണുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ഹൈ പവർ ഡെമോഗ്രഫി മിഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. അതായത് അതിർത്തി കടന്ന് നുഴഞ്ഞു കയറുന്ന ഓരോ ആളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് മടക്കി അയക്കാനും, ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ നാടിന്റെ സ്വാഭാവികമായിട്ടുള്ള ഡെമോഗ്രഫിയെ അട്ടിമറിക്കില്ലെന്ന് ഉറപ്പുവരുത്താനും വേണ്ടി 2047 ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഹൈ പവർ ഡെമോഗ്രഫി മിഷൻ നമ്മൾ ആരംഭിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഈ കൾച്ചറൽ സൈഡിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്താണ് RSSന്റെ 100 വർഷത്തെ സംഭാവനകളെ സംബന്ധിച്ച്, എങ്ങനെയാണ് RSS എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം കഴിഞ്ഞ 100 വർഷം കൊണ്ട് ഈ രാജ്യത്ത് ഇത്രയും വിപ്ലവകരമായിട്ടുള്ള പരിവർത്തനങ്ങൾ വരുത്തിയത്, എങ്ങനെയാണ് വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്ന ഒരു ആശയം ഈ രാജ്യത്തിന്റെ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള കുതിച്ചുചാട്ടത്തിനുള്ള ഒരു പ്രേരക ശക്തിയായി മാറിയത്. ആ പ്രസ്ഥാനത്തിന് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, ആ പ്രസ്ഥാനത്തെ എന്റെ ആദരവ് ഞാൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞ വളരെ സുന്ദരമായിട്ടൊരു മുഹൂർത്തവും നമ്മൾ ഈ ഘട്ടത്തിലാണ് കാണുന്നത്. ആറാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം യൂത്ത് ആൻഡ് വിമൺ എംപവർമെന്റുമായി ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ധാരാളം കണക്കുകൾ നിർത്തി, എല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷേ മുദ്രാ യോജനയുമായി ബന്ധപ്പെട്ട് 80% മുദ്രാ ലോണുകളും സ്ത്രീകൾക്കാണ് കിട്ടുന്നത്, സ്ത്രീകളാണ് അതിന്റെ ഗുണഭോക്താക്കൾ എന്ന വളരെ ശ്രദ്ധാകരമായിട്ടുള്ള കണക്ക് അദ്ദേഹം പറയുകയുണ്ടായി. അതേപോലെ തന്നെ 2030 കൂടി 5000 പുതിയ വുമൺ എംപവർമെന്റ് ക്ലസ്റ്ററുകൾ 2030 കൂടി നമ്മൾ നടപ്പാക്കാൻ പോവുകയാണ് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. യുവാക്കളോടുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം വളരെ ആവേശകരമായിരുന്നു. യുവാക്കൾ ഇൻഡിജീനിയസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ഉപയോഗിക്കണം. വൈദേശിക പ്ലാറ്റ്ഫോമുകൾക്ക് പകരം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഇൻഡിജീനിയസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കണമെന്നും, അതേപോലെ തന്നെ AI, റോബോട്ടിക്സ്, ഗ്രീൻ എനർജി തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. ഏഴാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മാറിയിട്ടുള്ള ഒരു ഗ്ലോബൽ സ്റ്റേച്ചറിനെ സംബന്ധിച്ചാണ്. ഗ്ലോബൽ സ്റ്റാൻഡിംഗ് ആൻഡ് ഡിപ്ലോമസി, ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ എങ്ങനെയാണ് മാറിയത്, ലോകം ഇന്ന് എങ്ങനെയാണ് ആദരവോടുകൂടി ഭാരതത്തെ കാണുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 12 വർഷം കൊണ്ട് ലോക നഭസ്ഥയിൽ ഒരു നെടുനായകത്വം വഹിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട്, ഉക്രൈനും റഷ്യയും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ അതിൽ മധ്യസ്ഥനായിട്ട് പോലും ഇടപെടുന്ന ഒരു രാജ്യമായിട്ട് എങ്ങനെയാണ് മാറുന്നത്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം G20 പ്രസിഡൻസി ഇന്ത്യക്ക് കിട്ടിയതിനെ പറ്റി പറഞ്ഞു. ലോകത്തെ ഏറ്റവും ശക്തരായിട്ട് 20 രാഷ്ട്രങ്ങളുടെ സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ പ്രസിഡന്റായിട്ട് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് മുതൽ ഗ്ലോബൽ സൗത്ത് ഇന്നവേഷൻ പ്രോജക്ടിന്റെ നേതൃസ്ഥാനത്തേക്ക് ഇന്ത്യ എത്തുന്നത് വരെയുള്ള ഭാഗങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഈ ഭാഗത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പരാമർശം അദ്ദേഹം അമേരിക്കയുടെ താരിഫ് ഭീഷണിയെ
വളരെ നിശ്ചിതമായിട്ട് വെല്ലുവിളിക്കുകയും ആ ഭീഷണി ഞങ്ങളുടെ അടുത്ത് വിലപ്പോവില്ലെന്ന് ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം അമേരിക്കയുടെ താരിഫ് ഭീഷണിയെ എക്കണോമിക് സെൽഫിഷ്നെസ് എന്നാണ് പറഞ്ഞത്, സാമ്പത്തികമായിട്ടുള്ള സ്വാർത്ഥത എന്നാണ്. അത്തരം സാമ്പത്തിക സ്വാർത്ഥതകൾക്ക് മുന്നിൽ ഈ രാഷ്ട്രം തലകുനിക്കില്ലെന്നും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാവുന്നത് പോലെ, ഇവിടുത്തെ കർഷകർക്ക് ദ്രോഹം ഉണ്ടാക്കുന്നത് പോലെയുള്ള നയങ്ങൾക്കോ പരിപാടികൾക്കോ ഞങ്ങൾ വഴങ്ങുന്നില്ലെന്നും, ഭാരതം അതിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ പേരിൽ നഷ്ടം സഹിക്കേണ്ടി വന്നാലും അത് സഹിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന് US വളരെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്ന പ്രധാനമന്ത്രി നമ്മൾ കണ്ടു. ഏറ്റവും അവസാനത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള 8ാമത്തെ ഞാൻ കാണുന്ന അതിലത്തെ പോയിന്റ്, അതിലത്തെ സങ്കല്പമാണ്, അതിലത്തെ ഭാവനയാണ്, അതിലത്തെ ഒരു ദീർഘവീക്ഷണമാണ്. 2047 ഒരു വികസിതമായിട്ടുള്ള ഭാരതം അദ്ദേഹം കണ്ണിൽ കാണുന്നത് പോലെയാണ് പറയുന്നത്. കേവലം ഒരു സ്വപ്നമായിട്ടോ ഒരു ലക്ഷ്യമായിട്ടോ അല്ല, അത് നമ്മൾ ഓരോരുത്തരും ഇന്നു മുതൽ പരിശ്രമിച്ച് നേടിയെടുക്കേണ്ട ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യമാണെന്ന വണ്ണം. എങ്ങനെയാണോ 1947 വിവേകാനന്ദ സ്വാമി പറയുന്നത്, ഞാൻ കാണുന്നു 50 വർഷങ്ങൾക്കുള്ളിൽ സ്വതന്ത്രയായിട്ടുള്ള ഭാരതമാതാവ് രത്നാങ്കിതമായിട്ടുള്ള സിംഹാസനത്തിൽ ആരൂഢയായിട്ട് വിശ്വത്തിന്റെ മുഴുവൻ ഗുരുവായി വർത്തിക്കുന്നത് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. കാണുന്നത് പോലെയാണ് പറയുന്നത്. അത് കൃത്യം 50 വർഷം കഴിഞ്ഞപ്പോ 1947 ആയപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തു. അതേപോലെയാണ് നരേന്ദ്രമോദി 21 വർഷങ്ങൾക്ക് ശേഷമുള്ള ഭാരതത്തെ പറ്റി പറയുന്നത്. ആ വികസിത ഭാരതം ഒരു സെൽഫ് റിലയന്റ് ആയിട്ടുള്ള രാജ്യമായിരിക്കും, ആത്മനിർഭരമായിട്ടുള്ള രാജ്യമായിരിക്കും, മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതൊരു വൈബ്രന്റ് ആയിട്ടുള്ള രാജ്യമായിരിക്കും, അതൊരു ശക്തിമത്തായിട്ടുള്ള സ്വന്തം തേജസ്സിൽ ജ്വലിക്കുന്ന രാഷ്ട്രമായിരിക്കും, അതൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാഷ്ട്രമായിരിക്കും, അതൊരു വികസിതമായിട്ടുള്ള രാഷ്ട്രമായിരിക്കും. ആ ലക്ഷ്യം 2047 നടത്തിയെടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനുവേണ്ടി അമൃതകാലത്തെ ഉപയോഗപ്പെടുത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അമൃതകാലം എന്നത് കേവലം ഒരു ടൈം സ്പാൻ അല്ല, കേവലം ഒരു സമയത്തിന്റെ കണക്കല്ല, അതൊരു ഇറ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്, അത് പരിവർത്തനത്തിന്റെ ഒരു കാലഘട്ടമാണെന്നും ആ കാലഘട്ടത്തെ യാഥാർത്ഥ്യമാക്കേണ്ടത് 4 പ്രധാനപ്പെട്ട ആളുകളാണെന്നും. ആരാണ് ഇതിന്റെ നായകത്വം വഹിക്കേണ്ടത്? അത് പ്രധാനമായിട്ട് യുവാക്കൾ, വനിതകൾ, കർഷകർ, ശാസ്ത്രം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡെവലപ്മെന്റ് ഡ്രിവൺ ബൈ യൂത്ത്, വിമൺ, ഫാർമേഴ്സ് ആൻഡ് ഇന്നോവേഷൻ എന്നുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഭാവന മുന്നോട്ട് വെക്കുന്ന വികസിത ഭാരതത്തെ ഒരു യാഥാർത്ഥ്യമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന, അതിനു വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ് അവതരിപ്പിച്ചുകൊണ്ടുള്ള സുന്ദരമായിട്ടുള്ള പ്രസംഗമായിരുന്നു. അത് മുഴുവൻ കേൾക്കാനോ അതിൽ ഈ പറയുന്നത് പോലെ പ്രധാനമായിട്ടുള്ള വശങ്ങളെ പറ്റിയിട്ടൊന്നും ചർച്ച ചെയ്യാനോ, അത് എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഭാവിയെ ഭാസുരമാക്കുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കാനോ പോലും തയ്യാറാവാതെ അതിലെവിടെയാണ് പ്രശ്നങ്ങൾ, അതിലെവിടെയാണ് പോരായ്മകൾ, അതിലെന്താണ് വിമർശനത്തിന് സാധ്യതയുള്ളത് എന്ന് മാത്രം നോക്കി നടക്കുന്ന നിലംപരിശായിട്ടുള്ള പ്രതിപക്ഷം ഇനിയും ഒരു 50 വർഷത്തേക്ക് നരേന്ദ്രമോദിക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും വലിയ ആശങ്കയൊന്നും ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഞാൻ ശംഖുവിനെ കുറിച്ച് അധികം സമയം കൊടുത്തത് ഈ 103 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിൽ നരേന്ദ്രമോദി പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ വികസന സങ്കല്പങ്ങൾ, കാഴ്ചപ്പാടുകൾ, മാത്രമല്ല വികസന പദ്ധതികൾ, ഇത് ഇന്ന് ചർച്ച ചെയ്യപ്പെടണം, അത് പ്രേക്ഷകർ അറിയണം എന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും സമയം അനുവദിച്ചത്. 103 പ്രസംഗത്തിൽ നേരത്തെ ശംഖു ചൂണ്ടിക്കാണിച്ചതുപോലെ 2 മിനിറ്റ് RSSനെ കുറിച്ചുള്ള പരാമർശം, അതിപ്പോൾ വലിയൊരു വിവാദമാക്കി മാറ്റിയിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗം വലിയ വിവാദമായിരിക്കുന്നു എന്ന് കുട്ടിഘോഷിക്കുകയാണ് മറ്റ് മാധ്യമങ്ങൾ. ശ്രീ ജലീൽ, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന യുവാക്കളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവാക്കൾക്ക് 15,000 രൂപ സർക്കാർ ധനസഹായം നൽകും. ഈ പദ്ധതി 3.5 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നാണ് പ്രതീക്ഷ. അതുപോലെ GST പരിഷ്കരണം, ദീപാവലിക്ക് ഇരട്ട സമ്മാനമായി GST നിരക്കുകളിൽ അടുത്ത തലമുറ പരിഷ്കരണം പ്രഖ്യാപിച്ചു. ഇത് സാധാരണക്കാരുടെ നികുതി ഭാരം കുറയ്ക്കും, വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും. സുദർശന ചക്ര ദൗത്യം, ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്താൻ 2035 സുദർശന ചക്ര എന്നത് പദ്ധതി പ്രഖ്യാപിച്ചു. ശങ്കുട്ടിദാസ് ഇതിനകം തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് നരേന്ദ്രമോദി പങ്കുവച്ചത്? അദ്ദേഹത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ, സങ്കല്പങ്ങളെല്ലാം അദ്ദേഹം ഇന്ന് ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, അക്കമിട്ട് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 2 മിനിറ്റ് എടുത്ത് RSSനെ പരാമർശിച്ചത് വലിയ വിവാദമാക്കി കൊണ്ടുപോകുന്നത്? മറ്റൊന്നും നിങ്ങൾ കാണാത്തതാണോ? നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ 11 പ്രാവശ്യത്തെയും സ്വാതന്ത്ര്യദിന പ്രസംഗം യൂട്യൂബിൽ ലഭ്യമാണ്. ആ 11 പ്രസംഗങ്ങളുടെയും ആവർത്തനം എന്നതിലുപരി ഇതിലെന്തെങ്കിലും ഒരു പുതുമയുള്ളതായിട്ട് സാമാന്യബോധമുള്ള
അപ്പോൾ ശ്രീ ഒരു ജലീൽ ആ ഇന്ത്യക്കാരനും പ്രസംഗം കാണാൻ സാധിക്കില്ല. കേട്ടിട്ടില്ല. ആ പ്രസംഗം നിയമസഭയിൽ ഗവർണർ നയപ്രഖ്യാപനം നടത്താറുണ്ട്. അത് ഗവർണറുടെ പ്രസംഗമല്ല. ആരെങ്കിലും എഴുതി കൊടുക്കുന്ന ഒരു പ്രസംഗം മണിക്കൂറുകൾ എടുത്ത് വായിച്ചു തീർക്കുന്ന ഒരു ജോലി മാത്രമാണ് ഒരു പക്ഷേ ഗവർണർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആവർത്തനം മാത്രമാണ് റെഡ് ഫോർട്ടിൽ ഇന്ന് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. അതിൽ ഒരു കാര്യം സാമ്യമുണ്ട്. അതിൻ്റെ തലേ ദിവസം 14-ാം തീയതി പാകിസ്ഥാനിൽ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗം നടന്നിട്ടുണ്ട്. അവിടുത്തെ പ്രധാനമന്ത്രി അവിടെ ജനങ്ങളോട് സംവദിച്ചിട്ടുണ്ട്. മതമൗലികവാദികളെയും വർഗീയവാദികളെയും ഭീകരരെയും ആവേശം കൊള്ളിക്കുവാനും അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുവാനും ഉതകുന്ന ഒരു പ്രഭാഷണമായിട്ടാണ് ആ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ ലോകത്ത് സാമാന്യബോധമുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സമാനമായി ഇന്ത്യയിലും, ഇന്ത്യ എന്ന് പറഞ്ഞാൽ മറ്റൊരു പാകിസ്ഥാനല്ല, മതനിരപേക്ഷതയുടെയും മാനവികതയുടെയും മഹാസന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയെപ്പോലെ പ്രവിശാലമായ ഒരു ഭൂമിയിൽ, ഒരു രാജ്യത്ത് അതിൻ്റെ പ്രധാനമന്ത്രി ഒരു സ്വാതന്ത്ര്യ ദിന പ്രഭാഷണത്തിൽ എഴുതി തയ്യാറാക്കിയ കുറേ വികസനകാര്യങ്ങൾ, വികസനത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്നാൽ ആ പ്രസംഗത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ശിഥിലീകരണമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രഭാഷണമാണ്. താങ്കൾ ചോദിക്കുന്നുണ്ടോ RSSനെ കുറിച്ച് 2 മിനിറ്റ്? ആ 2 മിനിറ്റ് തന്നെ ധാരാളമാണല്ലോ. എന്താണ് RSS? അത് മോഡി എന്ന് പറയുന്ന ഒരു നേതാവ്, BJP നേതാവിനെ സംബന്ധിച്ച് RSSനെയോ ബജരംഗ് ദളിനെയോ പറയാം. പക്ഷേ റെഡ് ഫോർട്ടിൽ ഇന്ത്യയെ പോലെയുള്ള ഒരു മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശം നടത്തുമ്പോൾ RSSനെ പോലെയുള്ള ലക്ഷണമൊത്ത ഒരു വർഗീയ തീവ്രവാദ പ്രസ്ഥാനത്തെ ലോകം കണ്ട ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായി വിശേഷിപ്പിക്കുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ലജ്ജാകരമാണെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കൂ. ഏത് RSS ആണ്? സ്വാതന്ത്ര്യ സമരകാലത്ത് എവിടെയും നാം കാണാത്ത RSS, സ്വാതന്ത്ര്യത്തിൻ്റെ ദിനങ്ങളിൽ കാണാത്ത RSS, പലപ്പോഴും ഒറ്റുകാരുടെ റോളിൽ മാത്രം കണ്ടിട്ടുള്ള RSS, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാനുഭാവനായ രാഷ്ട്രപിതാവിനെ സ്വാതന്ത്ര്യത്തിൻ്റെ ആവേശം കെട്ടടങ്ങും മുമ്പ് ആഘോഷത്തിൻ്റെ നാളുകളിൽ തന്നെ നെഞ്ചത്ത് വെടിയുതിർത്ത് കാലുകുരിക്കയച്ച പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായ RSS ഈ രാജ്യത്ത് നൂറുകണക്കായ, ഒരുപക്ഷെ ആയിരക്കണക്കായ കലാപങ്ങൾക്ക് ആസൂത്രിതമായ നേതൃത്വം കൊടുത്ത RSS ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റാരെക്കാളും കൂടുതലായി സഹായങ്ങൾ ചെയ്തിട്ടുള്ള, പ്രതിബദ്ധത പുലർത്തിയിട്ടുള്ള, പോരാട്ടം നടത്തിയിട്ടുള്ള സമൂഹങ്ങളിൽപ്പെട്ട പതിനായിരങ്ങളെ കുരുതി കൊടുത്ത ഒരു പ്രസ്ഥാനം ഇന്നും രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ പശുവിന്റെ പേരിൽ ഭാരതത്തിന്റെ തെക്കേയറ്റത്ത് ഇവിടെ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് ഇങ്ങനെ നിലവിളിക്കുക എന്നല്ലാതെ അതിലൊരു കഴമ്പും ഇല്ല എന്ന് താങ്കൾ പറഞ്ഞ ഇത്തരം ആരോപണങ്ങളിൽ ഒരു കഴമ്പും ഇല്ല എന്ന്, അതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ താമസിക്കുന്നവർ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ 2014 തൊട്ട് ഇങ്ങോട്ട് നരേന്ദ്രമോദി തന്നെ അധികാരത്തിലിരിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു തീവ്രവാദ പ്രസ്ഥാനം ആണെങ്കിൽ ഭാരതത്തിലെ ജനങ്ങൾ ആ തീവ്രവാദ പ്രസ്ഥാനത്തെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ ജലീൽ? നോക്കൂ RSSനോടും RSS ഉയർത്തുന്ന ആശയങ്ങളോടും എന്നും പുറംതിരിഞ്ഞ് നിന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര സമൂഹമാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിശ്വാസികളെ പോലെ മതേതര വിശ്വാസികളായ ഒരു സമൂഹം ലോകത്തെവിടെയും കാണാൻ സാധിക്കില്ല. അപ്പൊ താങ്കൾ ചോദിച്ചു എന്തുകൊണ്ടാണ് അവർ 2014 വോട്ട് ചെയ്തത്? ആ വോട്ടിങ്ങിന്റെ ആ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ താങ്കൾ ഒരു മീഡിയ പ്രവർത്തകനാണല്ലോ, ഒന്ന് നോക്കൂ. അന്ന് കേവലം 36% വോട്ടിന്റെ പിൻബലത്തോടു കൂടി മാത്രമാണ് മോഡി സർക്കാർ അധികാരത്തിൽ വരുന്നത്. താങ്കളുടെ ഭാഷയിൽ RSS അധികാരത്തിൽ വരുന്നത്. 63% വരുന്ന ജനങ്ങൾ ഈ രാജ്യത്ത് അന്നും സെക്കുലറാണ്, ഇന്നും സെക്കുലറാണ്. അവർ അന്നും RSSും അത്യാധി തീവ്രവാദ വർഗീയ പ്രസ്ഥാനങ്ങളോട് വിയോജിപ്പുള്ളവരാണ്. അതിന്റെ പ്രത്യയശാസ്ത്രത്തോട് കടുത്ത വിയോജിപ്പുള്ളവരാണ്, ഇന്നും വിയോജിപ്പുള്ളവരാണ്. എന്നാൽ 2014 വരെയും അധികാരത്തിലിരുന്ന കോൺഗ്രസിന്റെ ചില തെറ്റായ സമീപനങ്ങളിൽ മനം മടുത്തതിന്റെ പേരിൽ മതേതര പാർട്ടികളിൽ ഉണ്ടായ ഒരു വിള്ളൽ അത് താങ്കൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയുടെ ഹൃദയഭൂമിയായ UPയിൽ
ഇന്നും അഖിലേഷ് യാദവും കോൺഗ്രസും മായാവതിയും അടക്കമുള്ള മതനിരപേക്ഷ കക്ഷികൾ ഒന്നിച്ചു നിന്നാൽ അവിടെ BJP ഒന്നുമല്ല. രാജസ്ഥാനിൽ, ബീഹാറിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് പക്വമായ ഒരു RSS ആണോ തടസ്സം അല്ലെ നരേന്ദ്രമോദിയാണോ ഒന്നിക്കാത്തത്? ഒന്നിക്കുന്നതിന്റെ അലയൊലികളാണ് രാജ്യത്തിന്റെ തെരുവീതികളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മോഡിയെ സംബന്ധിച്ച് അസഹിഷ്ണുത ഉണ്ടാക്കുന്നുണ്ട്. ഒന്നുണ്ട്, മോഡി ഇന്ന് RSSനെ പുകഴ്ത്തിയത് അദ്ദേഹത്തിന്റെ ഗതികേടാണ്. കാരണം സർസംഘ് ചാലകുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസം ഏതൊരാൾക്കും കൃത്യമായി ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ RSSനെ പുകഴ്ത്തേണ്ടത് രാഷ്ട്രീയപരമായിട്ട് മോഡിയുടെ ഗതികേടാണ്. പക്ഷെ അത് മോഡിയുടെ മാത്രം ഗതികേടാണ്. ഒരു ഭാരതീയനെ സംബന്ധിച്ച്, ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ആ ഒരു ഗതികേടില്ല. എനിക്ക് മുമ്പ് വലിയ നീണ്ട പ്രഭാഷണം നടത്തിയ BJP പ്രതിനിധി ദേശസുരക്ഷയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഏത് ദേശസുരക്ഷ? ഇന്ത്യ പോലെയുള്ള ഒരു മഹാരാജ്യത്ത് ഒരു ഈച്ച കടന്നാൽ അതിനെ ഒപ്പിയെടുക്കാൻ പ്രാപ്തമായ സംവിധാനങ്ങൾ ആധുനിക ലോകത്തുള്ള ഈ രാജ്യത്താണ് 200-ലധികം കിലോമീറ്റർ 5ഓളം തീവ്രവാദികൾ, കൊടും ഫ്രോഡുകളായ 5ഓളം തീവ്രവാദികൾ രാജ്യത്തിന്റെ അതിർത്തി കടന്നു വന്ന് കാശ്മീരിന്റെ ഉള്ളിൽ പാവപ്പെട്ട ഇന്ത്യക്കാരായ നിരപരാധികളായ ഡസൻ കണക്കിന് ആളുകളുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഏൽപ്പിച്ചത്, വെടിയുതിർത്ത് കൊന്നതാണോ ദേശസുരക്ഷ? ആ അരുണാചൽ പ്രദേശിന്റെ കിലോമീറ്ററുകളോളം ചൈന കൈയടക്കി കൊണ്ടുപോയി. അതാണോ ദേശസുരക്ഷ? ഇന്ത്യക്കൊരു ചേരിതേരാ നയമുണ്ടായിരുന്നു. ഇന്ത്യക്ക് സൗഹൃദ രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഏത് സൗഹൃദ രാഷ്ട്രമാണ് ഇന്ത്യക്കൊപ്പം ഉള്ളത്? ഒരു കാലത്ത് ഇന്ത്യയെ ഹൃദയത്തിലേറ്റിയ മാലിദ്വീപ് ഇന്ത്യക്കൊപ്പം ഉണ്ടോ? അപ്പൊ പറയാതെ മറ്റ് വ്യത്യസ്ത വിഭാഗങ്ങൾ ജീവിക്കുന്നതാണെന്നും എനിക്ക് കൃത്യമായി ബോധ്യമുള്ളതാണ്. നേപ്പാൾ ഈ അടുത്ത കാലം വരെയും ഏറ്റവും വലിയ ഹിന്ദു രാഷ്ട്രമായിരുന്നു. ആ നേപ്പാളും ഇന്ത്യയുമായിട്ടുള്ള ഇന്നത്തെ ബന്ധം എന്താ? ആ ബന്ധം തകർത്തതാരാ? ബംഗ്ലാദേശ് ഇന്ത്യ സംഭാവന ചെയ്ത ഒരു രാഷ്ട്രമാണ്. മുജീബുർ റഹ്മാന്റെ ബംഗാൾ, ആ ബംഗാളും ഇന്ത്യയുമായിട്ടുള്ള ഇന്നത്തെ ബന്ധം എന്താ? അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്താ? ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സഹോദരിയാണെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പേർഷ്യ ആ ഇറാനെ വെറുപ്പിച്ചില്ലേ? എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇസ്രയേലിനെ പോലെയുള്ള, ഇസ്രയേൽ എന്തോ മഹാസംഭവമാണെന്ന് BJPക്കാർക്ക് പറയാം. ഇസ്രയേൽ എന്താണെന്ന് ഈ കഴിഞ്ഞ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിലൂടെ ലോകത്തിന് ബോധ്യപ്പെട്ടതാണ്. ഭാരതവുമായിട്ട് സൗഹൃദം പങ്കിടുന്ന ഒരേ ഒരു രാഷ്ട്രം ഇസ്രയേൽ മാത്രമാണ് എന്നാണ് താങ്കളുടെ കാഴ്ചപ്പാട്. മോഹൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2025 സ്വാതന്ത്ര്യദിന പ്രസംഗം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഭാരതത്തിൻ്റെ യാത്രയ്ക്ക് കൂടുതൽ ലക്ഷ്യബോധം പകരുന്നു. യുവശക്തി, സാമ്പത്തിക പരിഷ്കരണങ്ങൾ, ദേശീയ സുരക്ഷ, സാങ്കേതിക മികവ് ഇവയെ കേന്ദ്രീകരിച്ചുള്ള പ്രഖ്യാപനങ്ങൾ 2047 വികസിത രാഷ്ട്രമാകാനുള്ള ഭാരതത്തിൻ്റെ ദൃഢനിശ്ചയത്തെ എല്ലാം ഊട്ടിയുറപ്പിക്കുന്നു. നമ്മൾക്ക് ഒരുമിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാം, ഞാനൊപ്പമുണ്ട് എന്നാണ് മോദിയുടെ വാക്കുകൾ. പക്ഷേ അതെന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു വിഭാഗത്തെ ഇത്രയേറെ അവരെ അലട്ടുന്നത്? എന്തുകൊണ്ടാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ്? വലിയ വിവാദത്തിലാണ് അത് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്ന് കേരളത്തിലെ LDFും UDFും പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, ആധാരമുണ്ടോ? ഇന്നലെ വരെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ലാഞ്ഞവര്, പല പല വിഷയങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങി നടന്നവര് ഇന്നിപ്പോ ഈ വിഷയം ഏറ്റെടുപ്പിടിക്കുന്നത് ആശയദാരിദ്ര്യം കൊണ്ടാണ്. കഴിഞ്ഞ 100 വർഷമായി ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. 100 വർഷത്തിനുള്ളിൽ പ്രവർത്തിച്ച, പിളരാതെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഇതേപോലെ അടിയുറച്ച് മുമ്പോട്ട് പോയൊരു സംഘടനയുടെ പേര് പകരം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? ഇപ്പോ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന് പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആ വേർഷനാണോ ഇന്നിപ്പോ? അതിനുള്ളിൽ തന്നെ വിഭജനം വന്നു, അതിനുള്ളിൽ ഭിന്ന അഭിപ്രായം വന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിമത വിഭാഗമായിരുന്ന കോൺഗ്രസ് ആണ് ഇന്നത്തെ കോൺഗ്രസ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസ് ആണെന്ന് പറയാൻ സാധിക്കും? ഇല്ല. പിന്നെ ഈ 36% വോട്ട് കിട്ടി അല്പം മുമ്പ് സംസാരിച്ചത് ഞാൻ മനസ്സിലാക്കുന്ന INLന്റെ പ്രതിനിധിയാണെന്നാണ്. INL ആണെങ്കിൽ ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് തീവ്ര ഇസ്ലാമിക നിലപാടുമായിട്ട് മാറിയ ഒരു സംഘടന വന്നിട്ട് RSS പോലൊരു ഇത്രയും പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിന് ഇത്തരത്തിൽ പറയുന്നുണ്ട്. 36% വോട്ട് മേടിച്ചതുകൊണ്ട് മാത്രമാണ് അധികാരത്തിൽ വന്നത്. ഒന്നാലോചിച്ച് വെക്കണം. 36% വോട്ട് എന്നാൽ പിന്നെ INLനെ മേടിക്കാൻ വയ്യായിരുന്നു. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് മുമ്പോട്ട് പോകുന്ന സംഘടന, രാഷ്ട്രീയ സംഘടനയാണോ നിങ്ങൾ? 36% വോട്ട് ഭാരതത്തിലെ ആളുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരിച്ച് 36% ആളുകളുടെ വോട്ട് മേടിച്ച് നിങ്ങൾ അധികാരത്തിൽ എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും. RSSന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് നിരന്തരമായി വിമർശിക്കുന്ന സമയത്ത്
RSS മുമ്പോട്ട് വെക്കുന്ന ഒരു മഹത്തായ ആശയമുണ്ട്. ആ ആശയത്തിന് വേണ്ടി പ്രവർത്തിച്ച അതിന്റെ പ്രചാരകനായിരുന്ന ഒരു മനുഷ്യൻ പിന്നെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രത്തെ രണ്ടായിട്ട് വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ട ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുണ്ടാക്കിയ INL-ന്റെ ആശയത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തില് RSS-ന് പങ്കെന്താണ്. താങ്കൾ കുറച്ചുകൂടി ഒന്ന് പഠിക്കുന്നു വായിക്കുന്നു നന്നായിരിക്കും. സങ്കുചിതമായ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് 1920 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനം നാഗ്പൂരിൽ നടക്കുന്ന സമയത്ത് അതിന്റെ മുഖ്യ സംഘാടകന്റെ പേര് ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ എന്നായിരുന്നു. അതായത് RSS-ന്റെ സ്ഥാപകനായ ഡോക്ടർ ജി. ചുരുക്കി പറഞ്ഞാല് 1920 ഉറങ്ങണം. ഇത് ചരിത്ര രേഖകൾ പറയുന്നതാണ്. 1962 RSS എന്ത് ചെയ്തു? RSS ചെയ്യുന്നത് കൊട്ടിഘോഷിച്ച് ചെയ്യുന്ന ഒരു സംഘടനയല്ല. RSS കർത്തവ്യമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. അതിന്റെ രേഖകള് പഞ്ചാബിലെ സ്വയംസേര് ഈ ഇന്ത്യ വിഭജന സമയത്ത് ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സമയത്ത് പഞ്ചാബിലെ സംഘത്തിന്റെ പ്രവർത്തകർ വളരെ ആക്റ്റീവായിട്ട് ഈ യുദ്ധത്തിലെ ആർമിയെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ സമയത്ത് അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആവശ്യപ്രകാരം ഒന്ന് എഴുതി തരണം, നിങ്ങൾ നടത്തിയ സേവന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് പ്രസിദ്ധീകരിക്കണം, അത് ലോകം അറിയണമെന്ന് പറഞ്ഞ ലാൽ ബഹദൂർ ശാസ്ത്രിയോട് അത് ഞങ്ങളുടെ കടമയാണ്. ഒരാഴ്ച അമ്മ അസുഖമായാൽ അതിനെ ചികിത്സിക്കുന്ന മക്കൾ ചികിത്സിച്ചതിന് ശേഷം ഇത്തരം വിവരങ്ങൾ എവിടെയെങ്കിലും പുസ്തകമായി എഴുതാറുണ്ടോ എന്ന ചോദ്യമാണ് RSS-ന്റെ രണ്ടാമത്തെ സർസംഘാലയായിരുന്ന അക്കാലത്തെ സർസംഘാലയായിരുന്നു ഗുരുജി തിരിച്ചു ചോദിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വിശാലമായ ഒരു കാഴ്ചപ്പാട് വേണം. അതുകൊണ്ട് ഈ സങ്കുചിതമായ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉപ്പ് സത്യാഗ്രഹം ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധി പറയുന്ന സമയത്ത്, അനൗൺസ് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും ഉപ്പ് സത്യാഗ്രഹം മാത്രമല്ല, കടലോര പ്രദേശങ്ങളിൽ ഉപ്പ് സത്യാഗ്രഹമായിരുന്നത് മഹാരാഷ്ട്ര പോലെയുള്ള സ്ഥലങ്ങളിൽ വനസത്യാഗ്രഹമായിരുന്നു. വനനിയമം ലംഘിച്ചത് ഇതിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ശക്തമായ പോരാട്ടം, അതിന് നേതൃത്വം നൽകിയത്, അതിനൊപ്പം ചേർന്നത് RSS-ന്റെ സ്ഥാപകൻ തന്നെയായിരുന്ന ഡോക്ടർ ജി ആയിരുന്നു. ഞാൻ പറഞ്ഞത് അല്പം മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഓരോന്നും ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങൾ ഇത് ഞങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി പബ്ലിഷ് ചെയ്ത് ചെയ്യുന്ന സംഘടനയല്ല RSS. അത് അന്നും ഇന്നും സംഘം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വാർത്താശിബിരത്തിൽ എന്തിനാണ്? സംഘം അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെയും അവരുടെ ആശയം മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന ഈ INL-ന്റെ നേതാവ്, അദ്ദേഹത്തിന് RSS-ന്റെ ക്യാമ്പിലേക്ക് കടന്നു വരാം, അനുമതിയോടുകൂടി അദ്ദേഹത്തിന് RSS-ന്റെ ക്യാമ്പിലേക്ക് വന്ന് അവിടെ എന്താ നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് പരിശോധിക്കാം. ഈ തരത്തിൽ അദ്ദേഹം ക്ഷണിക്കപ്പെട്ടതിൽ പ്രകാരം വാർത്തയിൽ ശിബിരത്തിൽ പങ്കെടുത്ത ഗാന്ധിജി RSS-നെ പുകഴ്ത്തി എഴുതിയ രേഖകൾ ഇന്നും സംഘത്തിന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത് 1962 ഒരു കാര്യം കൂടി, പ്രധാനമായ കാര്യം, 62 ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ സമയത്ത് ഒരു സന്നദ്ധ സംഘടന എന്ന നിലയിൽ, ആത്മാർത്ഥതയുള്ള ഒരു സംഘടന എന്ന നിലയിൽ, രാജ്യസ്നേഹമുള്ള, രാഷ്ട്രത്തിൽ അഭിമാനിക്കുന്ന, രാഷ്ട്രത്തിന്റെ സ്വത്വത്തിൽ അഭിമാനിക്കുന്ന സംഘടന എന്ന നിലയിൽ RSS അത് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന് 1963 ഈ പറയുന്ന നെഹ്റു തന്നെ സംഘത്തെ ഔദ്യോഗികമായി തന്നെ ക്ഷണിച്ച് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ചരിത്ര വസ്തുതകളാണെന്ന് നിലനിൽക്കെ RSS-ന് ഇതിലൊരു പങ്കുമില്ല. അതുകൊണ്ട് RSS-ന്റെ പേര് പറഞ്ഞത് പാകിസ്ഥാൻ, ഇത് ഒന്ന് ആലോചിച്ചു നോക്കണം. അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നടത്തിയതും ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം തമ്മിൽ എന്താണ് വ്യത്യാസമാണ്. അദ്ദേഹം അല്പം മുമ്പ് ബഹുമാനപ്പെട്ട അനിൽ നമ്പ്യാർ തന്നെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം ഈ പ്രസംഗത്തിലുടനീളം അല്പം മുമ്പ് ശങ്കുറ്റിദാസ് വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ ഓരോ കാര്യങ്ങളിൽ എവിടെയാണ് രാജ്യവിരുദ്ധത അല്ലെങ്കിൽ ഇതര മതവിദ്വേഷം, ഏതെങ്കിലും ഒരു മതത്തെ അവഹേളിച്ചുകൊണ്ടോ അപമാനിച്ചുകൊണ്ടോ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ ഗീർവാണം പറയുക, അല്ലെങ്കിൽ അത് കാര്യം നിരാശയിൽ നിന്ന് വരുന്ന കാര്യം. ഇവരെ സംബന്ധിച്ച് ഒരു കാരണം, ഞാൻ ചോദ്യത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗത്തിലേക്ക് വന്നാൽ, ഇനിയൊന്നും ചെയ്യാനില്ലാതെ വരുന്ന സമയം ഉണ്ടാകുന്ന ഒരു വെപ്രാളം ഉണ്ടല്ലോ പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ വെപ്രാളം വളരെ അവർക്ക് കൂടുതലാണ്. ഈച്ച കടക്കാൻ പോലും, അദ്ദേഹം പറഞ്ഞ ഒരു ആരോപണം അതായിരുന്നു, ഈച്ച കടന്നാൽ പോലും അറിയാൻ മാർഗമുള്ള, ഈച്ച കടന്നാൽ അറിയാൻ മാർഗമുള്ളിടത്താണ് ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് ആക്രമിക്കപ്പെടുന്നത്. അവിടെ നിന്ന് ഇന്ന് നാം ആലോചിച്ചു നോക്കൂ, ഭീകരാക്രമണങ്ങളുടെ കണക്ക് നമ്മൾ എടുത്തു നോക്കൂ. ഇങ്ങനെ പറയുന്നത് ശരിയല്ല, അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഭാരതത്തിന്റെ എല്ലാ സ്റ്റേറ്റുകളിലും, വടക്ക് മുതൽ തെക്ക് വരെ എല്ലാ സ്റ്റേറ്റുകളിലും മാസത്തിൽ ഓരോന്ന് വീതം ബോംബ് പൊട്ടിക്കൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആഭ്യന്തര സുരക്ഷ പൂർണ്ണമായി തകർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ കഴിഞ്ഞ കാലയളവില് ഈ വൈദേശിക അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ആക്രമണമൊക്കെ ഏത് തരത്തിലാണ് പിന്നീട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇന്റേണലായിട്ട് മാത്രം ഏതെങ്കിലുമൊക്കെ സംഘടനകളെ സ്വാധീനിച്ച്, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകള്
സ്വാധീനിച്ചെന്തെങ്കിലും ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നേതാവിനോട്, അദ്ദേഹത്തിനോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ദയവ് ചെയ്ത് സ്വയം എളിഭ്യരാകാതിരിക്കുക. അദ്ദേഹത്തിന്റെ നേതാവ് തന്നെ ആണ് KT ജലീൽ. പാകിസ്ഥാൻ അനുകൂല പരാമർശം നടത്തി കുറെ കാലം അദ്ദേഹം ഒരിടത്തും ഇല്ലായിരുന്നു. അതിനെതിരെ ബഹുമാനപ്പെട്ട കേരളത്തിൽ തന്നെ നിങ്ങളുടെ കോടതി കേസെടുക്കുന്നതിന് നിർദ്ദേശം കൊടുത്ത വിവരം നമുക്കറിയാം. ആസാദ് കശ്മീർ എന്നാണ് അദ്ദേഹം കശ്മീർ വിശേഷിപ്പിച്ചത്. വിഘടനവാദികൾക്കെതിരെ ഇന്ന് വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, വിഘടനവാദികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് മുമ്പോട്ട് പോകാൻ രാഷ്ട്രത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ വിഘടനവാദികൾക്കെതിരായ നടപടിയിലായിരിക്കാം ഇവർക്ക് ഭയം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആസാദ് കശ്മീരിന് വേണ്ടി ആർട്ടിക്കിൾ 370 കുറിച്ചൊക്കെ വീണ്ടും അത് പുനഃസ്ഥാപിക്കണമെന്ന്, അതൊരു മൈനോറിറ്റി മാത്രമാണ്. സാധാരണ പറയാറുണ്ട് നമ്മുടെ ഈ തറ തുടയ്ക്കുന്ന ഡൊമെക്സിന്റെ. അഡ്വക്കേറ്റ് ശങ്കു, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ RSSനെ കുറിച്ചുള്ള പരാമർശം 2 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. RSSന്റെ സംഭാവന ഭാരതത്തിൻ്റെ നിർമ്മാണത്തിൽ. മറ്റൊരു കാര്യം ഇവരെ അലട്ടുന്നത്, ഇന്ന് വീർ സവർക്കർ ഗാന്ധിജിയോടൊപ്പം വീർ സവർക്കറുടെ ആ ഫോട്ടോ കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ കോലാഹലം നടക്കുകയാണ് ഇവിടെ. വീർ സവർക്കറിലും അതുപോലെ RSSലും പിടിച്ച് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ വികസിത ഭാരതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ, വികസന പദ്ധതികൾ, ഇതെല്ലാം നിഷ്പ്രഭമാക്കാനുള്ള ശ്രമം, കൊണ്ടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജലീൽ പറഞ്ഞത്, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തീവ്രമായിട്ടുള്ള പ്രസംഗം, വിഷം തുപ്പുന്ന പ്രസംഗം, അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദിയും പ്രസംഗിച്ചത് എന്നുള്ളതാണ്. നരേന്ദ്രമോദി ശിഥിലീകരണത്തിന് ശ്രമിക്കുകയാണ്, അതിൻ്റെ ശബ്ദമാണ് ചെങ്കോട്ടയിൽ മുഴങ്ങിയത് എന്ന് പറയുമ്പോൾ എത്രത്തോളം അസ്വസ്ഥരാണ് ഇക്കൂട്ടം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹത്തോട് ചോദിക്കേണ്ട പ്രധാനമന്ത്രിയുടെ ഏത് പരാമർശത്തെ പറ്റിയാണ് നിങ്ങളത് പറയുന്നത്? പ്രധാനമന്ത്രിയുടെ ഇതിലെ വിഭജനകരമായിട്ടുള്ള ശിഥിലീകരണ സ്വഭാവത്തിലുള്ള വർഗീയമായിട്ടുള്ള ഒരു പരാമർശം എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യത്തിൽ അദ്ദേഹത്തിന് സാധിക്കില്ല. കാരണം അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, അദ്ദേഹം പ്രസംഗമൊന്നും കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു വളരെ റുട്ടീൻ ആയിട്ടുള്ള ഒരു എക്സർസൈസ് ആണ്, ഇത് ഗവർണറുടെ നയപ്രഖ്യാപനം നടത്തുന്നത് പോലെ ആരൊക്കെ എഴുതി കൊടുക്കുന്നത് വന്ന് വായിക്കുന്നു എന്നേ ഉള്ളൂ. 12ാമത്തെ പ്രസംഗം കഴിഞ്ഞ 11 പ്രസംഗം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് കേട്ടാൽ മതി, ഇതൊക്കെ ഒരേപോലെ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ട പ്രസംഗം കേൾക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം വളരെ കൃത്യമായിട്ട് അദ്ദേഹം കേട്ടു എന്നും അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ളത് ഇന്ത്യയിലെ ഒരു ചാനലിൽ വന്നിട്ട് അക്കമിട്ട് നിരത്താൻ അദ്ദേഹം സമയം കണ്ടെത്തി എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് ചെറിയ സമയം കൊണ്ട് ഞാൻ ഒന്ന് ഉത്തരം പറയാമെന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹം ഒന്നാമത് പറഞ്ഞത്, പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മറ്റെന്തു ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങളൊക്കെ നടക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ വികസന സ്വപ്നം അദ്ദേഹം കേട്ടിട്ടില്ല കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നാൽ തന്നെ നല്ല കാര്യം. പക്ഷേ RSSനെ പറ്റി പറഞ്ഞിട്ടുള്ള 2 മിനിറ്റ് കൊണ്ട് ആ പ്രസംഗത്തിന്റെ ബാക്കി എല്ലാ മൂല്യവും നഷ്ടപ്പെട്ടു. കാരണം RSS എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് പങ്ക് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണം, അങ്ങ് INL-നെയാണല്ലോ പ്രതിനിധീകരിക്കുന്നത്, INL-ന് എന്താണ് സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്ക്? ഇന്ത്യൻ നാഷണൽ ലീഗ് സ്വാതന്ത്ര്യ സമര സമയത്ത് എന്താ ചെയ്തിരുന്നത്? 1904 നിങ്ങൾ മുസ്ലിം ലീഗിൽ നിന്നുള്ള ഒരു സ്പ്ലിറ്റ് ആയ ഫ്രാക്ഷൻ ആണ്. ലീഗിന് തീവ്രത പോരാന്ന് പറഞ്ഞിട്ട് ലീഗിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു വിഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1940 ഈ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ 2 ഡിഫറെന്റ് നേഷൻസ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലാഹോറിൽ വെച്ച് 2 നേഷൻ തിയറി പാകിസ്ഥാൻ റെസൊല്യൂഷൻ പാസ്സാക്കുകയും 1945 ആ 2 നേഷൻ തിയറി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി, പാകിസ്ഥാൻ ഡിമാൻഡ് അംഗീകരിപ്പിക്കാൻ വേണ്ടി ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്നുള്ള പേരിൽ രാജ്യത്തുടനീളം വർഗീയ കലാപങ്ങളും സായുധ സംഘർഷങ്ങളും ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങളും സംഘടിപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് കൂട്ടക്കൊലകൾ തന്നെ, ഗ്രാമങ്ങളെ തന്നെ വംശീയമായി ഉന്മൂലനം ചെയ്യുന്ന നൌഖാലി കില്ലിങ്സ്, ഗ്രേറ്റ് കൽക്കട്ട മാസക്കർ, ദ വീക്ക് ഓഫ് ലോങ് നൈറ്റ്സ്, നീണ്ട കഠാരകളുടെ വാരം എന്നൊക്കെ പറയും, ഗ്രാമങ്ങളെ തന്നെ വംശീയമായിട്ട് ഉന്മൂലനം ചെയ്ത ചരിത്രമുള്ള ഡയറക്റ്റ് ആക്ഷൻ ഡേ പോലെയുള്ള സംഗതികൾ രാജ്യത്തിന്റെ മേലെ കെട്ടിവെച്ച, അതിനുശേഷം 1946 പാകിസ്ഥാൻ റെഫറൻഡം എന്ന് പറയുന്ന പ്രൊവിൻഷ്യൽ ഇലക്ഷനിൽ മുസ്ലിം മെജോറിറ്റി പ്രദേശങ്ങളിൽ മുഴുവൻ പാകിസ്ഥാൻ റെസൊല്യൂഷൻ അംഗീകാരം കൊടുത്തുകൊണ്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുകയും ഇവിടെ മലപ്പുറം ജില്ലയിൽ വരെ 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേറെ ആർക്കെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് പങ്ക് എന്ന് ചോദിക്കാൻ എന്താണ് അധികാരമുള്ളത് എന്ന് ഞാൻ ആദ്യമേ ഒന്ന് ചോദിക്കുകയാണ്.
രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, RSSന്റെ കുറ്റം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഗാന്ധി വധത്തിന് പോലും പ്രേരകമായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുക. എന്ന് വെച്ചാൽ ഗാന്ധി വധം നടത്തിയത് RSS ആണെന്ന് പറയാനുള്ള ധൈര്യമില്ല. കാരണം അത് മുന്നേ പറഞ്ഞതിന് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ പോയിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനെതിരെ കേസ് വന്നതുകൊണ്ട്. അപ്പൊ ഇപ്പൊ പുതിയ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. എന്താണ്? ഗാന്ധി വധത്തിന് പ്രേരകമായിട്ടുള്ള പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്നത്. അതായത് ഗാന്ധി വധത്തിന് പ്രേരകമായത് ഹിന്ദുത്വം എന്ന് പറയുന്ന ഐഡിയോളജിയാണ്. ആ ഹിന്ദുത്വം എന്ന് പറയുന്ന ഐഡിയോളജിയാണ് RSS ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടും ഒന്ന് തന്നെ. അതുകൊണ്ട് ഗാന്ധിയെ കൊന്നത് RSS തന്നെ എന്നുള്ള സമീകരണമാണ്. ഈ ന്യായം വെച്ചിട്ടാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ലോകത്തെ എത്രയോ ഭീകരവാദ ആക്രമണങ്ങൾ, തീവ്രവാദ ആക്രമണങ്ങൾ ഇസ്ലാമിക ആദർശങ്ങളിൽ പ്രചോദിതരായിട്ടുള്ള തീവ്രവാദ സംഘടനകൾ നടത്തുന്നുണ്ട്. ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ ലീഗോ മുസ്ലിം ലീഗോ ഈ പറയുന്ന തീവ്രവാദങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? ഞങ്ങളും അവരും ഒരേ പ്രത്യയശാസ്ത്രത്തിലും ഒരേ മതത്തിലും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ നടത്തുന്ന ആക്രമണം മുഴുവൻ ഞങ്ങളുടെ ആക്രമണം തന്നെ. അതുകൊണ്ട് വേൾഡ് ട്രേഡ് സെന്റർ ബോംബ് വെച്ച് തകർത്തത് ഞങ്ങളാണെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗുകാർ സമ്മതിക്കും. നിങ്ങളുടെ പ്രസ്ഥാനം ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആശയപരമായിട്ടോ പ്രത്യയശാസ്ത്രപരമായിട്ടോ ഉള്ള സമാനതയോ ഒരേ ആദർശങ്ങളിലുള്ള വിശ്വാസമോ എങ്ങനെയാണ് ഒരാളുടെ കുറ്റകൃത്യത്തെ? ഹിന്ദു മഹാസഭയുടെ വിശ്വാസിയായിരുന്ന RSSന് തീവ്രത പോരാന്ന് പറഞ്ഞിട്ട് RSS വിട്ടുപോയിട്ടുള്ള RSSന്റെ നിതാന്ത വിമർശകനായിരുന്ന ഹിന്ദു മഹാസഭ പ്രവർത്തകൻ നടത്തിയിട്ടുള്ള കൊലപാതകനെ RSSന്റെ തലയിൽ കെട്ടിവെക്കുക. അതേപോലെ തന്നെ രാജ്യത്തുടനീളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭീകരത, ക്രോസ് ബോർഡർ ടെററിസത്തിനേക്കാൾ വലിയ ഭീകരതയാണ് ഇന്ത്യയിലുള്ള നക്സൽ ഭീഷണി എന്ന് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീകരതയാണ് ഇന്ത്യയുടെ 1-ാം നമ്പർ ത്രെട്ട് എന്ന്. ഈ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണല്ലോ. അങ്ങനെയാണെങ്കിൽ മാവോയിസ്റ്റുകൾ രാജ്യത്തുടനീളം നടത്തുന്ന തീവ്രവാദാക്രമണങ്ങളുടെ ഉത്തരവാദിത്തം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഏറ്റെടുക്കുമോ? അങ്ങിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള LDFന്റെ ഭാഗമായിട്ടുള്ള ഒരു ഘടകകക്ഷിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജവാന്മാരെ കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള ഈ ഇടതുപക്ഷ തീവ്രവാദികൾ നടത്തുന്ന മുഴുവൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടി ഏറ്റെടുത്തിട്ട് ഈ ജവാന്മാരെ കൊന്നത് ഞങ്ങളാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ എന്നൊരു ചോദ്യം ആ ഘട്ടത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. മറ്റൊരു ചോദ്യമുള്ളത്, അദ്ദേഹം പറഞ്ഞത് BJPക്ക് 36% വോട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ബാക്കിയുള്ള 54% ആൾക്കാരും BJPക്ക് എതിരാണ്. ഇത് എന്തൊരു ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ 51% വോട്ടുള്ള ഏത് പാർട്ടിയാണ് ഉള്ളത്? ഇപ്പൊ കേരളം ഭരിക്കുന്ന LDFന് 51% വോട്ടുണ്ടോ? CPMന് എത്ര ശതമാനം വോട്ടാണ് ഉള്ളത്? LDFന് മൊത്തത്തിന് 39% വോട്ടും CPMന് അതിന് 34% വോട്ടുമാണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ബഹുഭൂരിപക്ഷം കേരള ജനത CPMനും LDFനും എതിരാണെന്നല്ലേ അർത്ഥം? ഈ പോട്ടെ, ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ ലീഗ് ഉണ്ടല്ലോ, ഈ ലീഗിന് ഇന്ത്യയിൽ എത്ര ശതമാനം വോട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കില്ല. നിങ്ങൾക്ക് കേരളത്തിൽ എത്ര ശതമാനം വോട്ടുണ്ട്? 1% വോട്ട് തികച്ചുണ്ടോ? അങ്ങനെയാണെങ്കിൽ 99% മലയാളി സമൂഹം നിങ്ങൾക്ക് എതിരല്ലേ? അങ്ങനെയാണെങ്കിൽ 64% ആളുകൾ എതിർക്കുന്ന BJPക്ക് എന്താ പറയുക, രാഷ്ട്രീയം പറയാനുള്ള അധികാരമില്ലെങ്കിൽ 99% മലയാളികൾ തിരസ്കരിച്ച് നിങ്ങൾക്ക് ഓഫീസ് കൂട്ടിയിട്ട് വേറെ വല്ല പ്രവർത്തനത്തിനും പോയിക്കൂടെ എന്ന് എനിക്ക് ഇതേ ന്യായത്തിൽ ചോദിച്ചൂടെ? അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും ഈ പറയുന്ന നയതന്ത്രം കൊണ്ട് ഇന്ത്യക്ക് എതിരായിരുന്ന ഏത് ലോകത്തിന്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്? ഏതോ പാരലൽ വേൾഡിന്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വിചാരിക്കുന്നത്. കാരണം നോക്കൂ, ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ 193 രാജ്യങ്ങളാണ്, 193 മെമ്പർ നേഷൻസ് ആണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഭാഗമായിട്ടുള്ളത്. അതിൽ 3 രാജ്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാനൊപ്പം നിന്നത്. പാകിസ്ഥാൻ ഒഴികെ പിന്നീട് 3 രാജ്യങ്ങൾ, 189 രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം അടിയുറച്ച് നിൽക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണയ്ക്കുകയാണ്. അവർ നടത്തിയിട്ടുള്ള പഹൽഗാം സ്ട്രൈക്കിനെ അപലപിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് വിക്ടറി നേടിയിട്ടുള്ള വേറെ ഏത് സംദർഭമുള്ളത്? ഇപ്പോ അമേരിക്കയുമായിട്ട് താരിഫ് വാർ നടക്കുന്ന സമയത്ത് ചൈനയും റഷ്യയും കൂടി ഇന്ത്യയുടെ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു തുടങ്ങുകയാണ്. പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ വരികയാണ്. റഷ്യ ഉക്രൈൻ വാർ ഉണ്ടാകുന്ന സമയത്ത് 2 രാജ്യങ്ങളും മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയെ ആശ്രയിക്കുകയാണ്. G20 സമ്മിറ്റ് നടക്കുന്ന സമയത്ത് ഈ ഗ്ലോബൽ 20 സമ്മിറ്റിന്റെ പ്രസിഡൻസി ഇന്ത്യ കൈയാളുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇന്ത്യ ഗ്ലോബൽ സൗത്തിന്റെ നേതാവാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ പോട്ടെ, ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നമുക്ക് എതിരല്ലേ എന്നുള്ളതാണ്. ബംഗ്ലാദേശ് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് സാർ ഉണ്ടായിരുന്നത്. 75% വോട്ട് നേടി ജയിച്ചിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് വളരെ പ്രോ ഇന്ത്യൻ ഗവൺമെന്റ് ആയിരുന്നു. ആ ഗവൺമെന്റിലെ അവിടുത്തെ ഇസ്ലാമിക് റാഡിക്കലുകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള തീവ്രവാദ ശക്തികൾ വിദ്യാർത്ഥി കലാപത്തിന്റെ, വിദ്യാർത്ഥി സമരത്തിന്റെ മറവിൽ അട്ടിമറി നടത്തി പുറത്താക്കിയിട്ട് പുതിയതായിട്ട് ഭരണത്തിലേറ്റിയിട്ടുള്ള ഇസ്ലാമിസ്റ്റ് ഗവൺമെന്റ് ആണ് ഇന്ത്യക്കെതിരായത്. അത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഇന്ത്യ വിരുദ്ധതയാണ്. അതിന് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ കഴിയും? അത് ഏതെങ്കിലും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രശ്നം കൊണ്ടോ നയതന്ത്രപരമായിട്ടുള്ള പിടിപ്പുകേട് കൊണ്ടോ സംഭവിച്ചിട്ടുള്ളതല്ല. ഇന്തോനേഷ്യയിലെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നത്? പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നമാണ്. നേരത്തെ ഈ പറയുന്ന നജീബ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത സമയത്ത് അയാൾക്ക് എന്താ സംഭവിച്ചതെന്നും അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ച 2 മന്ത്രിമാരെ വരെ പുറത്താക്കേണ്ടി വന്ന അവർക്ക് എന്തുകൊണ്ടാണെന്നും ഇന്ത്യ എന്ന് ലോകത്ത് അനുഭവിക്കുന്ന ആഗോള സ്വാധീനം എന്താണെന്നൊക്കെ നിങ്ങൾ സ്വയമേ പരിശോധിച്ചാൽ മതി. പിന്നെ സാവർക്കറെ സംബന്ധിച്ച് ഇവർ പറയുന്ന തർക്കത്തിന് വളരെ ലളിതമായിട്ടുള്ള ഉത്തരം ഞാൻ പറയുന്നത്, എന്നു മുതലാണ് നിങ്ങൾക്ക് ഈ സാവർക്കർ വിരുദ്ധത ഉണ്ടായത്?
കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് 1970 ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ഉള്ള സമയത്തല്ലേ സാവർക്കറുടെ പേരിൽ നമ്മൾ തപാൽ സ്റ്റാമ്പ് ഇറക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പ്, പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയത് 1970 ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്തല്ലേ. 1980 സാവർക്കറുടെ ബർത്ത് സെന്റിനറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധിയോട് ആവശ്യപ്പെട്ടപ്പോ ഇന്ദിരാഗാന്ധി എഴുതിയിട്ടുള്ള അവരുടെ ലെറ്റർ പാഡിൽ, പ്രൈം മിനിസ്റ്ററുടെ ലെറ്റർ പാഡിൽ എഴുതിയിട്ടുള്ള കത്തിൽ സാവർക്കറെ പറ്റി പറയുന്നത് ബ്രേവ് സൺ ഓഫ് ഇന്ത്യ എന്നല്ലേ. ഇന്ത്യയുടെ വീരനായിട്ടുള്ള പുത്രൻ, ആ വീരനായിട്ടുള്ള പുത്രന്റെ ജന്മശതാബ്ദി എല്ലാ പകിട്ടോടും കൂടി നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് എഴുതിയിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് ഇല്ലാതിരുന്നിരുന്ന സാവർക്കർ വിരുദ്ധത നിങ്ങൾക്ക് ഇപ്പൊ എപ്പോഴാണ് ഈ 2014 ശേഷം നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം അതിനെതിരായിട്ട് ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ പ്രീഡിപ്പിക്കേണ്ട ആവശ്യം വന്നതിന് ശേഷം മാത്രം ഹിന്ദുത്വയുടെ പ്രൊപ്പോണന്റ് ആയിട്ടുള്ള സവർക്കറോട് ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല സവർക്കറോട് വിരുദ്ധത. ഉദാഹരണം ഞാൻ പറയാം, 1957 ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, റെക്കഗ്നിഷൻ ഓഫ് കോൺട്രിബ്യൂഷൻസ് ടു ദ നേഷൻ ബിൽ എന്ന് പറയുന്ന ബില്ല്. അത് UP-യിലുള്ള മധുരയിൽ നിന്നുള്ള MP ആയിട്ടുള്ള ഒരാളാണ് ആ ബില്ല് അവതരിപ്പിക്കുന്നത്. ആ ബില്ലിന്റെ രത്നചുരുക്കം എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടി നിർണായകമായിട്ടുള്ള സംഭാവനകൾ ചെയ്തിട്ടുള്ള ചില വ്യക്തികളെ രാജ്യം അംഗീകരിക്കുകയും ആദരിക്കുകയും അവർക്ക് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് പെൻഷൻ അനുവദിക്കുകയും ചെയ്യണമെന്ന 3 പ്രധാനപ്പെട്ട വ്യക്തികൾക്കാണ് പെൻഷൻ കൊടുക്കണം ആ ബില്ലിൽ ആവശ്യപ്പെട്ടത്. ഒന്ന് വീർ സവർക്കർ എന്ന വിനായക് ദാമോദർ സവർക്കറാണ്. 2 അരബിന്ദോ ഘോഷിന്റെ സഹോദരനായിരുന്ന വീരേന്ദ്രനാഥ് ഘോഷാണ്. പിന്നൊന്ന് സ്വാമി വിവേകാനന്ദന്റെ സഹോദരനായിരുന്ന ഭൂപേന്ദ്രനാഥ് ദത്തയാണ്. ഈ 3 പേർക്കും പെൻഷൻ കൊടുക്കാൻ വേണ്ടി ബില്ല് അവതരിപ്പിച്ച സമയത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ, അന്ന് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്ന സമയമായതുകൊണ്ട് ആ കേസിലൊക്കെ സാവർക്കറെ വെറുതെ വിട്ടു കേട്ടോ. അതിനുശേഷം പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ള കപൂർ കമ്മീഷൻ എന്ന് പറയുന്ന സാവർക്കർ മരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു കപൂർ കമ്മീഷനാണ് തെളിവൊന്നും ഇല്ലാതെ ഇവരുടെ പൊളിറ്റിക്കൽ നാരേറ്റീവിനനുസരിച്ച് സാവർക്കറെ ഇൻക്രിമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് എഴുതിയിട്ടുള്ളത്. സാവർക്കർ ജീവിച്ചിരുന്ന സ്ഥലത്ത് പ്രോപ്പർ കോടതി വിചാരണ നടത്തിയിട്ട് സാവർക്കർക്കെതിരെ ഒരു തെളിവില്ലെന്നുകൊണ്ട് രാജ്യത്തിന്റെ പരമോന്നത കോടതി വെറുതെ വിട്ടിട്ടുള്ള ആളാണ് സാവർക്കർ. പക്ഷെ കോൺഗ്രസ് ആ ബില്ലിനെ എതിർത്തു. ഈ ബില്ല് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അവതരിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ സമയത്ത് ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തിട്ടുള്ള 18 അംഗങ്ങൾ, പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നായിരുന്നു. ഈ ബില്ലിന്റെ റെക്കഗ്നിഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ ടു ദ നേഷൻ ബില്ലിൽ സാവർക്കർക്ക് പെൻഷൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളിൽ EMS നമ്പൂതിരിപ്പാടും AK ഗോപാലനും ഉണ്ട്. അന്ന് ഈ ബില്ലിന് വേണ്ടി സഭയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചിട്ടുള്ള ആളുകളിൽ AK ഗോപാലനുണ്ട്. EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ ഇന്ത്യ സ്വാതന്ത്ര്യ ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ സാവർക്കറുടെ വിപ്ലവ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള സംഭാവനകൾ എത്രയാണെന്നത് ദീർഘമായിട്ട് എഴുതിയിട്ടുണ്ട്. സാവർക്കർ തുടങ്ങി വെച്ചിട്ടുള്ള അഭിനവ് ഭാരതിന്റെ ലേബലിൽ സാവർക്കർ തുടങ്ങി വെച്ചിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ ഉടനീളം വിപ്ലവ മുന്നേറ്റങ്ങളുമായി പടർന്നു കയറിയത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം ഒരു ഘട്ടത്തിൽ അംഗീകരിച്ചിരുന്നു. രാജ്യത്തിന് വേണ്ടി ദീർഘമായ 14 വർഷം ബ്രിട്ടീഷുകാരുടെ തടവറയിൽ ജീവിതം ഹോമിച്ചിട്ടുള്ള വിപ്ലവകാരികളുടെ സൂര്യനാണ്, വിപ്ലവകാരികളുടെ രാജകുമാരനാണ് സാവർക്കർ. 11 വർഷമാണ് അദ്ദേഹം ആൻഡമാനിലുള്ള സെല്ലുലാർ ജയിലിൽ കാലാപാരിയിൽ അദ്ദേഹം തടവ് കിടന്നിട്ടുള്ളത്. കോൺഗ്രസിൽ നിന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ കിടന്നിട്ടുള്ള ഒരു നേതാവിന്റെ പേര് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ കിടന്നിട്ടുണ്ട്. ഇവിടെ ബ്രിട്ടീഷുകാരൻ താൽക്കാലിക പ്രസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ആലിപ്പൂർ പാലസിലൊക്കെ ബ്രിട്ടീഷുകാരെ കൊടുത്ത ചായയും കുടിച്ച് അവൻ കൊടുത്ത സിഗരറ്റും വലിച്ചിട്ട് ഇന്ത്യയെ കണ്ടെത്താനുള്ള സമയം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവരോട് നേരിട്ട് പ്രക്ഷോഭം നടത്തി, ഇവരോട് നേരിട്ട് പോരാട്ടം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നതിന് മുൻപ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ ആളാ സാവർക്കർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ട് പോകാൻ പറയുന്നത് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ടാവുന്ന 1942. അന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകണമെന്ന് പറയുന്നത്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്ന 1929 മാത്രമാണ്. 1929 വരെ പൂർണ്ണ സ്വരാജ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് ഇല്ല. 1921 സ്വരാജ് പ്രഖ്യാപിക്കുമ്പോൾ പോലും അത് പൂർണ്ണ സ്വരാജ് അല്ല, മുഴുവൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നില്ല. 1919 ആവശ്യപ്പെടുന്ന ഹോം റൂൾ പ്രസ്ഥാനമാണ്. 1919 വരെ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ പ്രാതിനിധ്യവും കൂടുതൽ അവസരവും വേണമെന്നുള്ളതാണ്. എന്നാൽ 1909 ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ യുദ്ധാഹ്വാനം നടത്തിയെന്നതിന്റെ പേരിൽ കേസെടുത്ത് ഇരട്ട ജീവപര്യന്തത്തിന് ജയിലിലടക്കപ്പെട്ടിട്ടുള്ള ആളാണ് സാവർക്കർ. ആ സാവർക്കർക്ക് നിങ്ങളുടെ ആരുടെയും ചീട്ട ആവശ്യമില്ല. സാവർക്കർ വിരുദ്ധത മഹാരാഷ്ട്രയിൽ പോയി പറയാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് കോൺഗ്രസ്സുകാരൊന്നും നോക്കട്ടെ. അവിടെ പോയി MNS-കാരും ശിവസേനക്കാരും നിങ്ങളെ ഓടിച്ചിട്ടടിക്കും. കാരണം സാവർക്കർക്ക് ഭാരതരത്ന കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മഹാരാഷ്ട്രയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും. ഓക്കെ, പ്രൊഫസർ റോണി, താങ്കളുടെ അഭിപ്രായം കൂടി അറിയാൻ ആഗ്രഹമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെങ്കോട്ടയിലെ ഇന്നത്തെ പ്രസംഗത്തെക്കുറിച്ച്. പ്രൊഫസർ റോണി കെ ബേബി, താങ്കളുടെ അഭിപ്രായം. ഒറ്റ കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഇന്ന് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ നേതാവ്, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്? രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ തെരുവുകളില്ല. അദ്ദേഹം ഒരിടത്തും ഒളിച്ചോടിയിട്ടില്ല. ത്തിന്റെ സോപാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തേക്ക് ഒറ്റുകൊടുത്തവരെ
ഇന്ത്യയുടെ ഭരണാധികാരികൾ വാഴ്ത്തിപ്പാടുമ്പോൾ ഈ രാജ്യത്തിന്റെ പരിപാവനമായ ആ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി, ആ സ്വാതന്ത്ര്യം അട്ടിമറിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ പോരാടുകയാണ് ശ്രീ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഒരിടത്തും ഒളിച്ചോടിയിട്ടില്ല. ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ രാഹുൽ ഗാന്ധി ഉണ്ട്, ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം എന്തിനെതിരെയാണോ ശ്രീ രാഹുൽ ഗാന്ധി പോരാടുന്നത്, ആ പോരാടുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 79ാം പുലരിയിൽ നിന്നുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി നിന്നവരെയൊക്കെ വാഴ്ത്തിപ്പാടുമ്പോൾ അതിനുവേണ്ടി നേതൃത്വം നൽകിയ, ആ ഒറ്റുകൊടുക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ പ്രസ്ഥാനങ്ങളൊക്കെ വെള്ളപൂശുവാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രികൾ ശ്രമിക്കുമ്പോൾ എത്ര വലിയ ഭവിഷ്യത്തുകളാണ് ഈ രാജ്യത്തിന് മുമ്പിൽ നിൽക്കുന്നത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി, തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്. ഈ നറേറ്റീവ് ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഈ നറേറ്റീവ് ഒറ്റുകാർ എന്ന് പറയുന്ന ആ നറേറ്റീവ് ഒക്കെ മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? കാരണം വ്യക്തമായിട്ടുള്ള വിശദീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ഈ ചർച്ചയിൽ തന്നെ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് കുറേ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. താങ്കൾ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാനൊന്നുമില്ല. പോട്ടെ, പ്രധാനമന്ത്രിയുടെ 103 മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗത്തിൽ ഒന്നുമില്ലേ? നിങ്ങൾക്ക് അനുകൂലിക്കാൻ ഒന്നുമില്ലേ? നല്ലതിനെ നല്ലതായി കാണണ്ടേ പ്രൊഫസർ റോണി? ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ശങ്കുട്ടി ദാസ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടതാണ്. അദ്ദേഹം വി ഡി സവർക്കറെ കുറിച്ച് പറഞ്ഞതും വി ഡി സവർക്കർ ആൻഡമാൻ ജയിലിൽ കിടന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞതാ. ഞാൻ വളരെ കൃത്യം, എനിക്കൊക്കെ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. വി ഡി സവർക്കറിന്റെ ആരംഭകാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ചില വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ഒരു ബ്രിട്ടീഷ് പോലീസ് ഓഫീസറെ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്ന തോക്ക് സവർക്കർ ഇംഗ്ലണ്ടിൽ നിന്ന് കടത്തിയതാണ് എന്ന കുറ്റം ആരോപിച്ചാണ് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നത്. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ചെയ്ത കാര്യങ്ങള്, അദ്ദേഹം 3, 4, 5 തവണയാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മാപ്പ് എഴുതി കൊടുത്തത്. ഇവിടെ ശങ്കുട്ടി ദാസ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായീകരിക്കണം പറയുന്നു. 1970 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ആ പോസ്റ്റൽ കവറിൽ അല്ലെങ്കിൽ പോസ്റ്റൽ സ്റ്റാമ്പായി സവർക്കറെ ആദരിച്ചില്ലേ? പക്ഷെ അതിനുശേഷമാണ് ഈ ഡോക്യുമെന്റ്സ് മുഴുവൻ ഈ സവർക്കർ എഴുതി കൊടുത്ത മാപ്പപേക്ഷകൾ അതിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ ചരിത്ര രേഖകളാണ്. അല്ലാതെ അത് ബ്രിട്ടീഷ് കണ്ടില്ലേ? ആ ഡോക്യുമെന്റ്സ് ഒന്നും ഇന്ദിരാഗാന്ധി കണ്ടില്ലേ? ബ്രേവ് ഹീറോ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കണ്ണിൽ അതൊന്നും പെട്ടില്ലേ? അല്ല, ബ്രിട്ടീഷ് 1990 ശേഷമാണ് വി ഡി സവർക്കർ എഴുതി കൊടുത്ത മാപ്പപേക്ഷകൾ. അന്നാണ് കൃത്യമായി എന്തായിരുന്നു വി ഡി സവർക്കർ ഇവിടെ അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ ഈ പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിപ്ലവങ്ങളിലൂടെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച ആളാണ്. പക്ഷെ ആ നരേറ്റീവുകളൊന്നും ശരിയല്ല കൃത്യമായി. കാരണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറയുന്നത് ഗാന്ധി നിറയാണ്, ഗാന്ധിയൻ കാലഘട്ടമാണ്. അത് 1917 മുതലാണ്. അന്ന് ആദ്യം ഹോം റൂളായി, സ്വരാജ് പ്രസ്ഥാനമായി, പൂർണ്ണ സ്വരാജായി, ക്വിറ്റ് ഇന്ത്യയായി ഓരോ ഘട്ടത്തിലൂടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിയ പോരാട്ടങ്ങൾ മുഴുവൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പോൾ പുതിയ നരേറ്റീവ് കോൺഗ്രസ് കൊണ്ടുവരുന്നു എന്നുള്ളതല്ല, നിങ്ങൾ കൊണ്ടുവരുന്ന പുതിയ നരേറ്റീവുകളെ ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഓരോ സ്വാതന്ത്ര്യദിനം കഴിയുന്തോറും ഇതിന്റെ പ്രാധാന്യം കൂടി വരുന്നത്. കാരണം നിങ്ങൾ കൊണ്ടുവരുന്ന നരേറ്റീവുകൾ ഇപ്പോൾ ചെങ്കോട്ടയുടെ മുകളിൽ നിന്നുകൊണ്ട് പോലും നിങ്ങൾ പുതിയ നരേറ്റീവുകൾ കൊണ്ടുവരുമ്പോൾ അതല്ല യഥാർത്ഥ നരേറ്റീവ് എന്നും യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ പാഠപുസ്തകങ്ങളിൽ വളച്ചൊടിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ എന്താണ് യഥാർത്ഥ ചരിത്രം? അങ്ങനെയൊന്നും നിങ്ങൾക്ക് നെഹ്റുവിനെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 10 വർഷം ജയിലിൽ കിടന്ന ഇവിടെ ഈ പറയുന്ന ശങ്കുട്ടി ദാസ് ചോദിച്ചല്ലോ, ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കിടന്ന ഒരാളാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട നെഹ്റു 3 വർഷത്തിന് ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. 10 വർഷം മനുഷ്യന്റെ പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആ നെഹ്റുവിനെ ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു പോസ്റ്ററുകളും ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പോസ്റ്റർ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നെഹ്റുവിനുള്ള വിരോധം? എന്താണ് നരേന്ദ്രമോദിയുടെ നെഹ്റുവിനുള്ള വിരോധം? അപകർഷതാബോധമാണ്. നെഹ്റുവിന്റെ മുമ്പിൽ താൻ ഒന്നുമല്ല എന്ന അപകർഷതാബോധമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അങ്ങനത്തെ അപകർഷതാബോധങ്ങൾ ഭരിക്കേണ്ട ഒരാളല്ല പ്രധാനമന്ത്രി. മുൻകാല പ്രധാനമന്ത്രികൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കണം. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ അവരെയൊക്കെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് തൂത്ത് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതൊക്കെ പൂർവാധികം ശക്തമായി തിരിച്ചു വരും എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. വി ഡി സവർക്കറിനെ വാഴ്ത്തും RSSനെ വാഴ്ത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സർദാർ വല്ലഭായ് പട്ടേലിനെ ഒരുപാട് പിന്നെ ഈ പറയുന്ന കാപ്പി പതപ്പിക്കുവാൻ RSS വൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയുള്ളൂ. എന്തിനാണ് ഈ പറയുന്ന പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ പട്ടേൽ RSSനെ നിരോധിച്ചത്? ഒറ്റക്കാരനാണ്. കർത്താർ സിംഗിന്റെ രേഖകൾ ഇപ്പോഴും ഉണ്ടല്ലോ. അവിടെ അമിത്ഷാ ഭരിക്കുന്ന ആഭ്യന്തര മന്ത്രാലയത്തിൽ അന്ന് പോലീസ് സൂപ്രണ്ടായിരുന്ന കർത്താർ സിംഗിന്റെ രേഖകളുണ്ട്. എന്താ
അവിടെ സ്വാതന്ത്ര്യത്തിന് സമയത്ത് ഈ രാജ്യത്ത് ഗൂഢാലോചന നടത്തി വർഗീയ കലാപം അഴിച്ചുവിടുവാൻ RSS നടത്തിയ രേഖകൾ മുഴുവൻ, RSS നടത്തിയ തെളിവുകൾ മുഴുവൻ അവിടെ കർത്താർ സിംഗിന്റെ രേഖകളായി അവിടെ ആഭ്യന്തര മന്ത്രാലയത്തിൽ പോയി പരിശോധിക്കുക. എന്നിട്ട് വേണം RSSനെ വെള്ളപൂശാൻ. അപ്പോൾ ഈ ഓഗസ്റ്റ് വിഭജനത്തിന് ദിനമായി ആചരിക്കുമ്പോൾ കൂടി കടന്നു പോകാൻ പിൻവലിച്ചെന്നോട് പറയൂ, ചേർത്ത് പറയണ്ടേ, പറയുമ്പെല്ലാം പറയണ്ടേ. ഞാൻ കേട്ടില്ല. ഇതേ സർദാർ വല്ലഭായ് പട്ടേൽ എന്തുകൊണ്ടാണ് ഈ രേഖകളെല്ലാം കയ്യിലിരിക്കുന്ന സമയത്ത് RSSന്മേലുള്ള നിരോധനം പിൻവലിച്ചത്? അത് വേറെ ആളല്ലല്ലോ, അദ്ദേഹം തന്നെയല്ലേ. കാരണം RSS ഈ സർദാർ വല്ലഭായ് പട്ടേൽ 2 കണ്ടീഷൻസ് RSS മുമ്പിൽ വെച്ചു. ഒന്ന്, നിങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയെ നിങ്ങൾ അംഗീകരിക്കണം, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കണം. RSS രേഖാമൂലം അന്നത്തെ RSS സർസംഘചാലകായിരുന്ന ഗോൾവാൾക്കർ, മാധവ് സദാശിവ് ഗോൾവാൾക്കർ രേഖാമൂലം ഈ സർദാർ പട്ടേലിന്റെ 2 ആവശ്യങ്ങളും അംഗീകരിച്ചു. അതിന്റെ പേരിലാണ് RSSന്റെ മേലുള്ള നിരോധനം ഏർപ്പെടുത്തൽ. അല്ലാതെ ചുമ്മാതെ RSSന്റെ മേലുള്ള നിരോധനം ഏർപ്പെടുത്തൽ RSSന്റെ പ്രഖ്യാപന നിലപാട്. പക്ഷേ അങ്ങനെ ഈ പറയുന്ന രേഖാമൂലം എഴുതി കൊടുത്തിട്ട് പോലും പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത നിലപാടുകളാണ് RSS പിന്നീട് ഞാനൊരു സംശയം. അല്ല, ഞാൻ ചോദിക്കുന്നത്, അങ്ങ് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത്, സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ഭരണഘടന ഇനി മേലാൽ അംഗീകരിച്ചോളാം എന്നുള്ള ഉറപ്പിന്റെ മേലെ ഗാന്ധിയെ കൊല്ലാൻ കൂട്ടുനിന്നതും ഇന്ത്യ വിഭജന സമയത്ത് കലാപം നടത്തിയതുമായിട്ടുള്ള കാര്യങ്ങൾ കോൺഗ്രസ് പോട്ടേത് വെച്ചു, ക്ഷമിച്ചു. ഈ 2 കുറ്റങ്ങളും വിചാരിച്ചു എന്നാണോ? അല്ല, കാരണം നമുക്കറിയാം ആദ്യത്തെ തവണ ഈ സർദാർ ഈ പറയുന്ന VD സവർക്കറെ പ്രതിയാക്കി ഗാന്ധി ഗൂഢാലോചന കേസിൽ പ്രതിയാക്കി വിചാരണ നടന്നു. തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിലാണ് ആദ്യം VD സവർക്കറിനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. പിന്നീട് 1966 ജസ്റ്റിസ് കപൂർ കമ്മീഷൻ പരിശോധിക്കുക. ഗാന്ധി വധം പുനരന്വേഷിച്ച ജസ്റ്റിസ് കപൂർ കമ്മീഷൻ VD സവർക്കറിന് ഗാന്ധി വധത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് കൃത്യമായി തന്നെ തെളിവുകൾ സഹിതം അന്ന് ഗാന്ധി RSSന്റെ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട പരാമർശം, അതിലാണ് ശങ്കു ചോദിച്ചത്. താങ്കൾ സവർക്കറുടെ മറുപടി പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഗാന്ധി വധത്തിൽ പങ്കുണ്ടെങ്കിലും ഇനി മേലാൽ ഭരണഘടന അംഗീകരിച്ചോളാം എന്ന ഉറപ്പിന്റെ മേലെ RSSനോട് ക്ഷമിച്ചു, RSSനോട് പുറത്തു എന്നാണ് അങ്ങ് പറഞ്ഞത്. അല്ല, കാരണം ഈ വിചാരണ നടത്താൻ പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ നിയമത്തൊക്കെ ബഹുമാനിക്കുന്ന ആളുകൾ, അല്ലാതെ ഈ പറയുന്ന കോടതി പറയുമ്പോൾ അതിനെ എതിര് പറയുന്നില്ല. അവിടെ ഗാന്ധി വധത്തിൽ വിചാരണ നടത്തിയ കോടതി തെളിവുകളുടെ അഭാവത്തിൽ VD സവർക്കർ അപ്പൊ അങ്ങനെ ഒരു കാര്യം പറയണം. അങ്ങനെയെങ്കിൽ ഈ VD സവർക്കറിന്റെ RSSന്റെ പിതൃത്വങ്ങൾ നിങ്ങൾ അംഗീകരിക്കണം. VD സവർക്കർ ഹിന്ദു മഹാസഭ RSSനെതിരെ ആരോപണം വരുമ്പോൾ VD സവർക്കറുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ അങ്ങ് അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കണം. VD സവർക്കർ കാര്യങ്ങളല്ലേ പറയുന്നത്. അംഗീകരിക്കണം. എന്താണ് ബന്ധം? RSS 1925 രൂപീകരിക്കപ്പെടുന്ന സമയത്ത് സാവർക്കർ ജയിൽ മോചിതനായിട്ട് വീട്ടുതടങ്കലിൽ കിടക്കുകയാണ്. അദ്ദേഹം ഈ സമയത്ത് RSSന്റെ രൂപീകരണമായിട്ട് ഒരു നിലയ്ക്കും ബന്ധപ്പെട്ടിട്ടില്ല. പിന്നീട് സാവർക്കർ സാമാജിക പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഹിന്ദു മഹാസഭയുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഹിന്ദു മഹാസഭ ആവട്ടെ RSS ഉണ്ടാവുന്നതിന് 10 വർഷം മുമ്പേ ഉണ്ടായിട്ടുള്ള പ്രസ്ഥാനമാണ്. 1915 രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനമാണ്. ഈ ഹിന്ദു മഹാസഭ ആവട്ടെ RSSനെ നിശിതമായി വിമർശിക്കുകയും RSSന് ഹിന്ദു കോസിനോട് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പറയും, RSSന് തീവ്രത കുറവാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ്. VD സവർക്കർ തന്നെ RSSനെതിരെ നടത്തിയിട്ടുള്ള എത്ര പ്രസ്താവനകൾ അങ്ങേക്ക് കാണണം. അങ്ങനെയുള്ള VD സവർക്കർ ഈ പറയുന്ന ഗാന്ധി കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കി അന്വേഷണം നടത്തി തെളിവില്ലെന്ന് കണ്ടു അദ്ദേഹത്തെ വെറുതെ വിട്ടു. ഇന്ത്യയില് തെളിവില്ലെന്ന് കണ്ടിട്ട് തന്നെയാണ് എല്ലാവരും വെറുതെ വിടുക. അല്ലാണ്ട് അപരാധിയാണോ എന്ന് അന്വേഷിക്കുന്ന ഒരു സംവിധാനമല്ല. നിരപരാധിയാണോ, നിരപരാധിത്വം സംശയാതീതമായി അപരാധിത്വം തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. എല്ലാവരും അക്യൂട്ട് ചെയ്യപ്പെടുന്ന അങ്ങനെ തന്നെയാണ്. അപ്പൊ സാവർക്കറെ വെറുതെ വിട്ടു. ഇതും RSSന്റെ നിരോധനം പിൻവലിച്ചോ തമ്മിൽ എന്താ ബന്ധം? RSS സാവർക്കർ വേറൊരാളല്ലേ. നിങ്ങൾ പറഞ്ഞത് ഗാന്ധി വധത്തിലും ഇന്ത്യ വിഭജനത്തിലെ കലാപത്തിലും RSSന് പങ്കുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാ. എന്നിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ RSSനോട് ക്ഷമിച്ചോ, ഭാവിയിൽ ഞങ്ങൾ ഭരണഘടന അംഗീകരിച്ചോളാത്തുള്ള ഉറപ്പിന്റെ മേലെ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് RSS പക്ഷപാതിത്വം ഉണ്ടായിരുന്നല്ലേ കാണിക്കുന്നത്? ജവഹർലാൽ നെഹ്റു അതിനെ കൂട്ടുവെന്നല്ലേ അങ്ങ് പറയുന്നത്? ഞാൻ കൃത്യമായി മറുപടി പറയാം. ഈ ഗോൾവാൾക്കർ നടത്തിയ പ്രസംഗം കർത്താർ സിംഗിന്റെ രേഖകൾ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു സമുദായത്തിനെതിരെ ആരെതിരെ നിന്നാലും അത് മഹാത്മാഗാന്ധിയാണെ പോലും അയാളെ നിശബ്ദനാക്കുവാനുള്ള മാർഗം സംഘത്തിന് അറിയാമെന്നാണ് അന്ന് ഈ പറയുന്ന ഗോൾവാൾക്കർ പ്രസംഗിച്ചത്. അതൊക്കെ കൃത്യമായി തന്നെ ആഭ്യന്തര വകുപ്പിന്റെ രേഖകളുണ്ട്. ഗാന്ധി വധത്തിലേക്ക് നയിക്കപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് RSSന് പ്രചോദനമാണ്. RSS നൽകിയ ചരിത്ര രേഖകളാണ്. ആ പ്രസംഗം എവിടെയാണ്?
1948 RSSന്റെ നിരോധനം പിൻവലിച്ചോ? കോൺഗ്രസ് സർക്കാർ അധികാരത്തിലുള്ളപ്പോ പിൻവലിച്ചോ? ഈ രേഖകളൊക്കെ ഉള്ളപ്പോഴും അത് എന്തിനാ പിൻവലിച്ചത്? കാരണം ഞാൻ വളരെ കൃത്യമായി ഞാൻ അതിന് മറുപടി പറഞ്ഞു. സർദാർ പട്ടേൽ വെച്ച രണ്ട് ഡിമാൻഡുകൾ RSS അംഗീകരിച്ചു. അങ്ങ് പറഞ്ഞ ഡിമാൻഡുകൾ ഭാവിയിൽ ചെയ്യേണ്ടതാണ്. അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആക്ഷനാണ്. മുന്നേ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ അബ്സോൾവ് ചെയ്യില്ലല്ലോ. നിങ്ങൾ ഒരാളെ കൊന്നിട്ട് വന്നു, നാളെ തൊട്ട് നിങ്ങൾ നിയമം അനുസരിച്ച് ജീവിക്കാതെ എന്നോട് വാക്ക് തന്നാൽ നിങ്ങളെ വെറുതെ വിടാൻ എനിക്ക് പറ്റുമോ? നിങ്ങൾ ഭാവിയിൽ ചെയ്യാമെന്ന് പറയുന്ന പ്രതിജ്ഞ എങ്ങനെയാണ് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള പ്രവൃത്തി ഇല്ലാണ്ടാക്കുന്നത്? RSSന് ഗാന്ധിവാദത്തിൽ പങ്കുണ്ടായിരുന്നെങ്കിൽ അവർ തരുന്ന പ്രോമിസ് എന്തും ആയിക്കോട്ടെ, RSSന്റെ നിരോധനം നിലനിർത്തില്ലേ വേണ്ടിയിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റു? അതെങ്ങനെയാ ഭാവിയിൽ ഞങ്ങൾ നന്നായിക്കോളാം എന്നുള്ള ഉറപ്പിന്റെ പേരിൽ മുന്നേ ചെയ്തിട്ടുള്ള കൊലപാതകം ക്ഷമിച്ചു വിടാൻ എന്താ അധികാരം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ജയിലിയാടി ഗോവിന്ദസ്വാമി അന്നൊരു ലെറ്റർ എഴുതി കൊടുത്ത് അങ്ങനെ പോരാലോ. പ്രൊഫസർ റോണി മറുപടി ഉണ്ടോ? മനസ്സിലായില്ല. പ്രൊഫസർ റോണി, മനസ്സിലാവാത്തതല്ല താങ്കൾക്ക് മനസ്സിലായി, പക്ഷേ വ്യക്തമായ ഉത്തരം നൽകാൻ താങ്കൾക്ക് കഴിയില്ല. ഞാൻ സമയപരിമിതി കൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ ജലി, എന്തായാലും താങ്കൾ ഉയർത്തിയ വാദങ്ങൾ അതെല്ലാം ഇവിടെ നിഷ്പ്രഭമായിരിക്കുകയാണ്. അത് കൃത്യമായി ഖണ്ഡിക്കപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ താങ്കൾക്ക്? തീർച്ചയായിട്ടും പെട്ടെന്ന് പറഞ്ഞിട്ട് അത് ഇന്നത്തെ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയത്ത് ഈ രാജ്യത്ത് പിറന്ന് ഇത്രത്തോളം 55 വർഷം ജീവിച്ച എന്നെപ്പോലുള്ള ഒരു പൗരൻ പേരിന്റെ കനം നോക്കി നിറം നോക്കിയിട്ട് പാകിസ്ഥാൻ എന്ന ഒരു പേര് പറയുന്നത് പോലും രാജ്യദ്രോഹമായി നാളെ സുപ്രീം കോടതിയിൽ വരെ കേസ് പോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ചാനൽ ചർച്ചയുടെ കാലത്താണ് ഈ രാജ്യത്തെ പൗരന്മാർ ജീവിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യ ബോധം ഈ നാട്ടിലെ പൗരന്മാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എന്തു പറഞ്ഞാലും പറയാതെ ഹിന്ദു മഹാസഭയുണ്ടോ? ഇത്രയും അതിശയോക്തി ഉണ്ടല്ലോ. അല്ല, ഇതിനു മുമ്പ് പറഞ്ഞാൽ അല്ല, അതൊരു ഒരു പൗരന്റെ ഗതികേടാണ്. ഏത് പൗരൻ? അതൊരു പൗരന്റെ ഗതികേട്. പാകിസ്ഥാൻ എന്ന് ജലീൽ പറഞ്ഞാൽ രാജ്യദ്രോഹമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം ഭീഷണികളുടെ മുമ്പിലൊന്നും പരാജയപ്പെട്ട ഒരു ചരിത്രം ഇന്ത്യക്കാർക്കില്ല. ആസാദ് കാശ്മീർ KT ജലീൽ പറഞ്ഞത് ഇൻവെർട്ടർ കോമയിട്ട് ആസാദ് കാശ്മീർ എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം നേടണം. ശാഖയിൽ പോയി മാത്രം പഠിച്ചാൽ പോരാ. താങ്കൾ പറഞ്ഞല്ലോ ഹിന്ദു മഹാസഭ ചെയ്തത്. അതിപ്പോ ഒരു കൂട്ടരുണ്ട്. അല്ലല്ല, ഞാൻ പറഞ്ഞു തരട്ടെ. പോപ്പുലർ ഫ്രണ്ട് പറയും അത് SDP ആണെന്ന്. അങ്ങനെ പല ഇത് പറയും. ഒന്നുമില്ല, നിങ്ങൾ പല വേഷത്തിലും കോലത്തിലും ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഗാന്ധിജിയെ കൊന്ന കാലത്ത് നിങ്ങൾ ഹിന്ദു മഹാസഭയാണ്. ആർട്ടിക്കിൾ 370 അമെന്റ് ചെയ്തതിനു ശേഷം കാശ്മീരില് ഈ ശാന്തിയില്ല, അവിടെ നിരന്തരമായ കലാപങ്ങളാണ് എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ള അദ്ദേഹം പറയും. അത് പരസ്യമായിട്ട് പോസ്റ്റ് ചെയ്യും. പിന്നീട് പോസ്റ്റ് മുങ്ങുകയും ചെയ്തപ്പോ പഴയ പോസ്റ്റ് വെച്ചിട്ടാണ് പരാതി കൊടുത്തത്. അതുകൊണ്ട് ആസാദ് കാശ്മീർ പാകിസ്ഥാൻ സകല BJP-കാരനും പരാതി കൊടുത്തല്ലോ. എന്തായി പരാതി? എന്തായി? നിങ്ങൾ ആയിരക്കണക്കിന് പരാതികൾ പലരിടത്തും പോയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഈ രാജ്യത്തെ 90,000-ഓളം നിരപരാധികളായ യുവാക്കളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായി? ഏത് യുവാക്കളാ? എന്റെ സുഹൃത്തെ, നോക്കൂ സുഹൃത്തെ, ഈ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് RSS ഉണ്ടാക്കിയതല്ല. അത് മനുഷ്യാവകാശത്തിലും ഒക്കെ വളരെ മൂല്യങ്ങൾ കൽപ്പിക്കുന്ന മൂല്യാധിഷ്ഠിതമായ ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടന ഇവിടെ ജീവിച്ചിരിക്കുവോളം RSSന്റെയോ സംഘപരിവാറിന്റെയോ ഒരു പ്രചരണവും ഇവിടെ വിലപ്പോവില്ല. അതിന്റെ ഒരു അജണ്ടയും ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നില്ല. മറ്റൊന്ന്, താങ്കൾ പറഞ്ഞല്ലോ ഹിന്ദു മഹാസഭയാണെന്ന്. നിങ്ങൾ പല കോലത്തിലും പലപ്പോഴും വരാറുണ്ട്. ഗാന്ധിജിയെ കൊന്നപ്പോൾ നിങ്ങൾ ഹിന്ദു മഹാസഭയാ. ബാബരി മസ്ജിദ് തകർത്തപ്പോൾ നിങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്താ. ഗഹാം സ്റ്റൈലിനെയും 2 മക്കളെയും ഭാര്യയും ചുട്ടു വന്നപ്പോൾ നിങ്ങൾ ബജ്രംഗ് ദൾ എന്നാ പറഞ്ഞേ. ഗൗരി ലങ്കേഷിനെ കൊന്നപ്പോൾ നിങ്ങൾ ഹനുമാൻ സേന എന്നാ പറഞ്ഞേ. ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ പാവപ്പെട്ട ദളിതുകളെ ഇപ്പോഴും പേപ്പട്ടികളെ പോലെ തല്ലിക്കൊല്ലുമ്പോൾ നിങ്ങൾ പറയുന്നത് RSS അല്ല, രൺവീർ സേന എന്നാ. അപ്പൊ നിങ്ങൾ പല കോലത്തിലും വരുന്നുണ്ട്. അത് ഇന്ത്യക്കാരൻ തിരിച്ചറിയപ്പെടാൻ ഈ സ്വാതന്ത്ര്യ ദിനം സന്ദേശം പ്രാപ്തമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ ശംഖു, ഒരു മിനിറ്റ് ഉണ്ട്. ഒരു മറുപടി കൂടി അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശംഖു നോക്കൂ, അദ്ദേഹം പറയുന്നത് ഹിന്ദു മഹാസഭ എന്താണ്, RSS എന്താണ് തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹത്തിന് അറിയില്ല. ഹിന്ദു മഹാസഭ RSS പരിവാറല്ല.
ഹിന്ദു മഹാസഭ RSS ഉണ്ടാവുന്നതിന് മുൻപേ ഉണ്ടായിട്ടുള്ള സംഘടനയാണ്. പിന്നെ പല കലാപങ്ങളിൽ പങ്കെടുത്തുള്ള പല സംഘടനകളെയൊക്കെ വെച്ചുകൊണ്ട് ഇതെല്ലാം RSSന്റെ തലയിൽ കെട്ടിവെക്കുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, പക്ഷെ നിങ്ങൾ എല്ലാ സ്ഥലത്തും ഒരേ പേരിൽ തന്നെ വന്നിട്ട് ഒരേ രൂപത്തിൽ തന്നെയാണ് കലാപം നടത്തിയിട്ടുള്ളത്. നിങ്ങൾ 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പേര് ലീഗ് എന്നാണ്. നിങ്ങൾ ബംഗാളിലെ നൌഖാലിയിൽ കൂട്ടക്കൊല നടത്തിയപ്പോൾ നിങ്ങളുടെ പേര് ലീഗ് എന്ന് തന്നെയാണ്. നിങ്ങൾ പഞ്ചാബിലെ കൊഹാട്ടിലെ ഒരു ഗ്രാമത്തെ മുഴുവൻ വംശീയമായിട്ട് ഉന്മൂലനം നടത്തിയപ്പോൾ നിങ്ങളുടെ പേര് ലീഗ് എന്ന് തന്നെയാണ്. നിങ്ങൾ കോഴിക്കോട് മാറാട് കടപ്പുറത്തെ പാവന്മാരായിട്ടുള്ള അരയന്മാരെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നപ്പോൾ അവരുടെ പേര് ലീഗ് എന്ന് തന്നെയാണ്. നിങ്ങൾ വലിയ വിശുദ്ധരായിട്ടുള്ള മാലാഖമാരൊന്നും ചമയേണ്ട ആവശ്യമൊന്നുമില്ല. RSS എന്താണ്, വിശ്വഹിന്ദു പരിഷത്ത് എന്താന്നൊക്കെ ഈ രാജ്യത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് അറിയാം. ഇത് എന്താണ്, നിങ്ങള് ഭരണഘടനയോട് അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ആദ്യം ഈ പറയുന്ന ലീഗ് എന്നാണ് ഭരണഘടനയെ അംഗീകരിച്ചതെന്നെങ്കിലും പറയാൻ നിങ്ങൾ തയ്യാറാവണം. യെസ് ആഭ്യന്തരമോ ബാഹ്യമായോ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദങ്ങൾക്കും വഴിപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അചഞ്ചലമായ ലക്ഷ്യബോധത്തോടെ അഭിമാനത്തോടെ രാജ്യം മുന്നോട്ട് കുതിക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിലൂടെ നൽകിയത്. പക്ഷേ അത് മനഃപൂർവ്വം വിസ്മരിക്കുകയാണ്. അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുകയില്ല രാജ്യത്തെ പ്രതിപക്ഷം. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.